Hello everyone. Welcome to another episode of NEET and Med Talks Unfiltered. This is Radhika Diju, final year MBBS student, Calicut Medical College. അപ്പം ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ജസ്റ്റ് ഒരു ടോപ്പർ അല്ല, ഷീ ഈസ് ദ ടോപ്പസ്റ്റ് ഓഫ് ഓൾ ഓഫ് ദം. 2023 നീറ്റത്തെ കേരള റാങ്ക് 1 ആണ് എൻ്റെ കൂടെ എന്നുള്ളത്. വി ഹാവ് ആര്യ വിത്ത് മീ. സോ ഹലോ ആര്യ. ഹലോ. അപ്പോൾ ആര്യനെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യോ? ഹലോ എവ്രി വൺ, ഞാൻ ആര്യ RS. 2023 നീറ്റ് എക്സാമിന് കേരള റാങ്ക് 1 ആയിരുന്നു. എൻ്റെ വീട് താമരശ്ശേരിയാണ്. ഞാൻ കോഴിക്കോട് സ്വദേശിനിയാണ്. അച്ഛൻ രമേശ് ബാബു TK, റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനാണ്. അമ്മ ഷൈമ, പിന്നെ എനിക്കൊരു ചേച്ചിയുണ്ട്, പേര് അർച്ചന, B.Ed പഠിക്കുകയാണ്. ഞാനിപ്പം നമ്മുടെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ 3rd ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. ഓക്കെ. ആര്യൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് എത്രയായിരുന്നു? 23. 2 ഡിജിറ്റ് ഓൾ ഇന്ത്യ റാങ്ക് ആണ്, അതും ടോപ്പിലാണ് വരുന്നത്. ഡയറക്റ്റ് എയിംസ് ഡൽഹിയിലേക്ക് കയറാം. സ്റ്റിൽ എന്താണ്, എനിക്ക് ആ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആര്യൻ്റെ ഈ ഒരു പോഡ്കാസ്റ്റിൽ. എന്തുകൊണ്ടാണ് കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് ചൂസ് ചെയ്തത്? എൻ്റെ ബേസിക് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ശരിക്കും ഒരു ഹോം സിക്ക് ആയിട്ടുള്ള ഒരാളാണ്. ഓക്കെ. വീട്ടിൽ നിന്ന് വിട്ടുപോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് എപ്പോഴും വീടുമായിട്ട് കോൺസ്റ്റന്റ്ലി കണക്ട് ചെയ്യാനും എല്ലാത്തിനും മൊത്തത്തിലൊരു കംഫർട്ടബിലിറ്റി ഇവിടെ ഉണ്ടാവും എന്ന് തോന്നിയതുകൊണ്ടാണ് CMC ചൂസ് ചെയ്തത്. ഇപ്പൊ 3rd ഇയർ ആയി, എന്താണ് ആ ഫസ്റ്റ് ഇയർത്തെ ഡിസിഷനെ കുറിച്ച് തോന്നുന്നത്? ഇപ്പോഴും റിഗ്രറ്റ്സ് ഒന്നും തോന്നില്ല. എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട്, പക്ഷെ എനിക്കിതുവരെ അങ്ങനെ റിഗ്രറ്റ് ഒന്നും തോന്നിയിട്ടില്ല. കാരണം എനിക്ക് മൊത്തത്തിൽ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടായിരുന്നു. അതേപോലെ ബാച്ച്മേറ്റ്സ് ആണെങ്കിലും സീനിയേഴ്സ് ആണെങ്കിലും പ്രൊഫസേഴ്സ് ആണെങ്കിലും എല്ലാവരുമായിട്ട് നല്ലൊരു റാപ്പോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. എങ്ങനെയാണ് MBBSലേക്ക് വന്നത്? ലൈക്ക് എപ്പോഴാണ് ഈ ഡോക്ടർ ആവണം എന്നുള്ളൊരു ഡ്രീം മൈൻഡിൽ വന്നത്? അത് എക്സാക്ട്ലി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കറക്റ്റായിട്ട് എനിക്ക് തോന്നുന്നു ഒരു ഓർമ്മ വെച്ച കാലം മുതലേ ഡോക്ടർ ആവണം അങ്ങനത്തെ ഒരാളായിരുന്നു? അങ്ങനെയല്ല, വളരെ ചെറുപ്പത്തിലൊക്കെ വേറെ എന്തൊക്കെയോ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഒരു 2nd സ്റ്റാൻഡേർഡ് 3rd സ്റ്റാൻഡേർഡ് ആ ഒരു സമയത്താണെന്ന് തോന്നുന്നു. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു റീസൺ പറയാനില്ല. എനിക്ക് എന്തുകൊണ്ടും എനിക്ക് ഇഷ്ടമായിരുന്നു ഹോസ്പിറ്റൽസിലൊക്കെ പോകുമ്പോൾ ഡോക്ടേഴ്സിനെ കാണുമ്പോഴൊക്കെ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഫാമിലിയിൽ ഡോക്ടേഴ്സ് ഒന്നും ഇല്ല. ഞാനാണ് ആദ്യമായിട്ട് ഈ ഫീൽഡിലേക്ക് വരുന്നത്. അപ്പോൾ മൊത്തത്തിലൊരു ഒരു കൗതുകം ഉണ്ടായിരുന്നു. അതേപോലെ ഒരു റെസ്പെക്റ്റ് ഉണ്ട്. അതേപോലെ നല്ലൊരു എനിക്ക് ഒരു കംഫർട്ടബിലിറ്റി കിട്ടുമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇതിൽ തന്നെ വരാമെന്ന് വിചാരിച്ചത്. എനിക്ക് അത് തന്നെയാണ് ഇന്നത്തെ ഓഡിയൻസിൻ്റെ അടുത്ത് പറയാനുള്ളത്. ആര്യൻ്റെ ഒരു പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ഒന്നായിരിക്കും. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ആര്യക്ക് ഇങ്ങനെ ഡോക്ടേഴ്സ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല. സെക്കൻഡ് തിങ്, +1 +2 ആര്യ ഇതിനായിട്ട് പഠിച്ചിട്ടില്ല. ജസ്റ്റ് ഒരു ഇയർ ഡ്രോപ്പ് എടുത്തിട്ട് റാങ്ക് 1ലേക്കാണ് വന്നത്. ജസ്റ്റ് ഡ്രോപ്പ് എടുത്തിട്ട് നീറ്റ് ക്രാക്ക് ചെയ്യുന്ന സ്റ്റോറീസ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ എപ്പോഴും വരുന്ന വഴിക്ക് ഞാനിങ്ങനെ ആര്യൻ്റെ സ്റ്റോറി ഇട്ടിട്ട് ഞാനിങ്ങനെ ഞെട്ടി നിൽക്കായിരുന്നു. ഈവൻ സ്റ്റുഡിയോത്തെ ആൾക്കാരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ലായിരുന്നു. കാരണം പൊതുവേ നമ്മളിങ്ങനെ +1 തൊട്ടേ പഠിക്കുന്നത്, അല്ലെങ്കിൽ ഫൗണ്ടേഷൻ കോഴ്സ് തൊട്ടേ പഠിക്കുന്നത്, അങ്ങനെയാണ് നമ്മൾ പൊതുവേ കേൾക്കാറുള്ളത്. ഈവൻ ലൈക്ക് ജസ്റ്റ് ഒരു ഇയർ ഡ്രോപ്പ് എടുത്താലും ക്രാക്ക് ചെയ്യുന്ന ഒരു സ്കോറിലേക്ക് എത്തുന്ന, അല്ലെങ്കിൽ നല്ലൊരു ടോപ്പ് റാങ്ക് എത്തുന്നത്. പക്ഷെ റാങ്ക് 1 എത്തുക പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് സംതിങ്, എന്താ പറയാ, അടിപൊളി. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ആരും എപ്പോഴാണ് നീറ്റിനെ കുറിച്ചൊക്കെ പറയുന്നത്? ഇപ്പോൾ കറക്റ്റ് ആയിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളില്ല, എങ്ങനെയാണ് ഇങ്ങനെ ഒരു എക്സാം എഴുതണം എന്നുള്ള മനസ്സിലാക്കുന്നത്? അത് സ്കൂളിൽ തന്നെ നമുക്ക് ടീച്ചേഴ്സൊക്കെ ഇടയ്ക്ക് ചോദിക്കുമല്ലോ എംബിഷൻ എന്താണെന്നൊക്കെ. അപ്പം ഞാൻ പറയാറുണ്ടായിരുന്നു ഡോക്ടർ ആവണമെന്നാണ്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഇപ്പം MBBS പഠിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ സ്കൂളിൽ നിന്നും ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിന്നൊക്കെ ആണ് ഞാൻ അറിഞ്ഞത്. പിന്നെ എല്ലാ വർഷവും ഈ നീറ്റിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് ന്യൂസ് പേപ്പറിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ ഫോട്ടോസ് ഉണ്ട്. കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പരസ്യം കണ്ടിട്ട് ഏകദേശം ഇങ്ങനെ ഒരു എക്സാം ഉണ്ട്. അത് നേരത്തെ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ അറിഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഫ്രണ്ട്സൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 11th and 12th തന്നെ നമ്മൾ റെസിഡൻഷ്യൽ ബാച്ചിൽ, ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റെസിഡൻഷ്യൽ ബാച്ചിൽ പോയിട്ട് പഠിക്കുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാവും. അങ്ങനെ 10th പഠിക്കുന്ന സമയത്ത് ഞാൻ ബ്രില്യൻറ്റിൻ്റെ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു, സ്ക്രീനിങ് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ക്വാളിഫൈഡ് ആയിരുന്നു. പക്ഷേ അന്ന് എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇവിടെ കോഴിക്കോട് ജില്ലയിൽ സ്കൂൾസ് ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് നിയറസ്റ്റ് ആയിട്ട് എനിക്ക് തൃശ്ശൂരായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അഗൈൻ വീട്ടിൽ അത് കാരണം ഞാൻ അന്ന് അത് വേണ്ടാന്ന് വെച്ചു. അന്ന് എൻ്റെ കൂടെ എഴുതി ഫ്രണ്ട്സൊക്കെ പോയി. അവരെല്ലാം കോട്ടയത്തും അങ്ങനെ തൃശ്ശൂരൊക്കെ പോയി. പക്ഷെ ഞാൻ മാത്രം അന്ന് പോകാണ്ടിരുന്നത്. അങ്ങനെ ഞാൻ പിന്നെ വിചാരിച്ചു, ഞാൻ സെയിം സ്കൂളിൽ തന്നെ 10th വരെ പഠിച്ച സെയിം സ്കൂളിൽ തന്നെ 11th and 12th ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എൻട്രൻസ് കോച്ചിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു കൈൻഡ് ഓഫ് ഇൻസെക്യൂർ ഫീലിംഗ് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? കാരണം ഞാൻ എപ്പോഴും ലൈക്ക് ഇപ്പം എനിക്കൊരു നീറ്റ് കമ്മ്യൂണിറ്റി ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം അതിൽ നിന്ന് എപ്പോഴും വരുന്ന ഒരു എൻക്വയറി പറഞ്ഞു കഴിഞ്ഞാൽ +1 +2 തീരെ പഠിച്ചിട്ടില്ല, അപ്പം ഇനി റിപ്പീറ്റ് ചെയ്താൽ കിട്ടുമോ എന്നുള്ളൊരു മൈൻഡ് സെറ്റ്
പൊതുവെ സ്റ്റുഡൻസിന് ഉണ്ടാവും. കാരണം നമ്മൾ ചുറ്റിലും കാണുന്നത് പറഞ്ഞാൽ ഇപ്പോൾ നോർത്തൊക്കെ നോക്കുകയാണെങ്കിൽ 7ാം ക്ലാസ് തൊട്ടേ ഇതിനുള്ള ഫൗണ്ടേഷൻ കോഴ്സസ് കാര്യങ്ങളുണ്ട്. അപ്പം ആർക്ക് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ഇൻസെക്യൂരിറ്റി തോന്നുന്നുണ്ടോ? ഫ്രണ്ട്സ് ഒക്കെ പഠിക്കുന്നുണ്ട്, ഞാൻ മാത്രം ഈ ഒരു നീറ്റ് കോച്ചിങ് ഇപ്പോഴും സീരിയസ് ആയിട്ടില്ല എന്നുള്ളത്? അങ്ങനെ ശരിക്കും അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം 11th ആൻഡ് 12th തന്നെ എനിക്ക് സ്കൂളിൽ നല്ല കംഫർട്ടബിലിറ്റി ആയിരുന്നു. സ്കൂളിൽ നിന്ന് തന്നെ ഒരു സ്ട്രോങ് ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതാണെന്ന് തോന്നുന്നു എനിക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ എനിക്ക് പെർഫോം ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്തത്. സ്കൂളിലത്തെ ക്ലാസ്സസ് തന്നെ എനിക്ക് ഭയങ്കര നല്ല ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. നല്ലൊരു ബേസ് അവിടെ നിന്ന് തന്നെ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കോച്ചിങ് വളരെ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ പലരും ചെയ്യാറുണ്ട്. നമുക്കറിയാം ഇപ്പം ഓൾ ഇന്ത്യയിൽ തന്നെ ടോപ്പ് റാങ്ക്സിൽ വരുന്ന ആളുകളൊക്കെ നേരത്തെ പ്രിപ്പറേഷൻ തുടങ്ങുന്നവരാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു നമുക്ക് എന്താണെങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ നന്നായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടാവുന്നത് തന്നെ ഉള്ളൂ. കുറേ നേരത്തെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നല്ല റാങ്കിലേക്ക് എത്തും അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ചിലപ്പം എളുപ്പമായിട്ട് തോന്നുന്നുണ്ടാവാം. പക്ഷെ എൻ്റെ ഒരു കേസിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഓക്കെ. സ്കൂളിൽ എങ്ങനെയായിരുന്നു? ടോപ്പർ ആയിരുന്നോ? സ്കൂളിൽ ടോപ്പർ ആയിരുന്നു. ഓക്കെ. 12th CBSE ആയിരുന്നു. ഓക്കെ ഓക്കെ. പിന്നെ ഇപ്പം ഞാൻ റിപ്പീറ്റിനെ കുറിച്ച് ചോദിച്ച ടൈമിൽ ആര്യ പറഞ്ഞൊരു കാര്യമാണ് ഓൺലൈൻ ആയിട്ടാണ് റിപ്പീറ്റ് ചെയ്തത്. അഗൈൻ ഓൺലൈൻ എന്നുള്ള ഒരു ഡിസിഷനിലേക്ക് കൊണ്ടെത്തിച്ചതും ഹോം സിക്നെസ് ആയിരുന്നു. ഞാൻ അവിടെ ഒരു മാസം ഹോസ്റ്റലായിരുന്നു. അഗൈൻ ഹോം സിക്നെസ് തന്നെയായിരുന്നു. വീട്ടിലേക്ക് തന്നെ വരണം. എനിക്ക് വളരെ റിലേറ്റബിൾ. പിന്നെ ഓൺലൈൻ ബാച്ചിലായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പം ഓൺലൈൻ ബാച്ചിൽ പഠിക്കുമ്പം സ്റ്റുഡൻസ് പറയുന്ന ഒരു കാര്യമാണ് എപ്പോഴും ഭയങ്കര ഡിസ്ട്രാക്ഷൻസ്, ഈ ഫോണ് കാര്യങ്ങൾ, സോഷ്യൽ മീഡിയ. ആര്യന്റെ കേസിൽ എങ്ങനെയായിരുന്നു? എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഭയങ്കര സ്മൂത്ത് ആയിട്ടാണോ റിപ്പീറ്റ് ഇയർ പോയത്? അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ പണ്ട് മുതലേ കിട്ടുന്ന സമയം മുഴുവൻ പഠിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു. പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതെ, അത് പണ്ടേ ഇഷ്ടമായിരുന്നു. അങ്ങനെ നിർബന്ധിച്ചിരുന്ന് പഠിക്കുന്ന ഒരു സ്വഭാവമായിരുന്നില്ല. എനിക്കെന്നെ ഇഷ്ടമായിരുന്നു പുതിയ കാര്യങ്ങൾ നിർബന്ധിക്കാറില്ല. ഒരിക്കലും ഇല്ല. അവരൊരിക്കലും എന്നെ ഒന്നിനും പ്രഷറൈസ് ചെയ്തിട്ടില്ല. എനിക്ക് ചെറുപ്പം മുതലേ ഇഷ്ടമായിരുന്നു പഠിക്കാൻ. അപ്പം അതുകൊണ്ട് അങ്ങനെ ഭയങ്കര ഒരു പ്രഷർ അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ ഡിസ്ട്രാക്ഷൻസ്, മൊബൈൽ ഫോണൊക്കെ ഞാൻ ഇപ്പോഴും എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചു നോക്കിയാൽ അറിയാം, പലപ്പോഴും മെസ്സേജസ് ഒന്നും ഞാൻ കാണാറില്ല. ഞാൻ അങ്ങനെ പോഡ്കാസ്റ്റിന്റെ അവൈലബിലിറ്റി ആര്യന്റെ അടുത്ത് ചോദിക്കുമ്പോഴും ആര്യ വളരെ ലേറ്റ് ആയിട്ടാണ് സംഭവം മെസ്സേജ് കാണുന്നത്. ഞാൻ പിന്നെ ഫോൺ വിളിക്കാണ് ആര്യനെ ചെയ്തത്. ലൈക്ക് പൊതുവെ അങ്ങനെ ഫോൺ യൂസ് ചെയ്യാറില്ല. അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഓക്കെ ഓക്കെ. അപ്പൊ എങ്ങനെയായിരുന്നു ഒരു ഡേ ഇൻ മൈ ലൈഫ് റിപ്പീറ്റ് ഇയറില്? ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ ഭയങ്കര നേരത്തെ എഴുന്നേക്കുന്ന ആളാണോ? അധികം നേരത്തെ എണീറ്റ് പഠിക്കുന്ന സ്വഭാവമില്ല. എത്ര മണിക്ക് എഴുന്നേക്കും? ഒരു 6:30 അങ്ങനെ ആ ഒരു സമയത്തൊക്കെ എണീക്കും. പിന്നെ രാത്രി അതും ഉറക്കം അതൊന്നും ഞാൻ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ഹെൽത്തിന് എപ്പോഴും പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട്. കാരണം മൈഗ്രൈൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പം അതുകൊണ്ട് സ്ലീപ്പൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എന്തായാലും ലെഷർ ടൈം ഉണ്ടാവും ഇടയ്ക്ക്. കുറേ പഠിച്ചു കഴിഞ്ഞ് ബോറടിക്കുമ്പോൾ പിന്നെ ചിലപ്പം വേറെ ഏതെങ്കിലും ബുക്സ് വായിക്കും, അല്ലെങ്കിൽ ചിലപ്പം പാട്ട് പാടും, ഡാൻസ് കളിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ മാക്സിമം കിട്ടുന്ന സമയം മുഴുവൻ പഠിത്തത്തിന് വേണ്ടി തന്നെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയി പഠിക്കുന്ന ആളാണോ, അല്ലെങ്കിൽ ഇങ്ങനെ പോമഡോറോ ടെക്നിക് ഒക്കെ പോലെ ബ്രേക്ക് എടുത്ത് അങ്ങനെയായിരുന്നോ പോയിരുന്നത്? പറ്റുന്നിടത്തോളം കണ്ടിന്യൂസ്ലി പഠിക്കും. പിന്നെ നമ്മൾ ടയർഡ് ആവുമ്പം ഒരു ഫിക്സ്ഡ് ആയിട്ട് അപ്പൊ അങ്ങനെ ടൈമിംഗ് വെച്ചിട്ടില്ല, എത്രത്തോളം പഠിച്ചു പോകാൻ പറ്റുമോ ആ ഒരു രീതിയിൽ. ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്തിട്ട് പഠിച്ചിട്ടില്ല. ഫിക്സ്ഡ് ആയിട്ട് ഒരു ടൈം ടേബിൾ ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്ന ഒരു രീതിയിലായിരുന്നു പഠിച്ചോണ്ട്. എത്രയോ മെസ്സേജ് വന്നത് ഈ ചേച്ചിയുടെ ടൈം ടേബിൾ ഒന്ന് പറയൂ എന്നുള്ള മെസ്സേജ് ആണ്. പക്ഷെ ഒരു കൃത്യമായിട്ടുള്ള ഒരു രീതിയിൽ ആര്യ നോക്കിയിട്ടില്ല. ആര്യ എപ്പോഴും ആ ഒരു കംഫർട്ട് അനുസരിച്ചിട്ടായിരുന്നു പോയിരുന്നത്. എങ്ങനെയായിരുന്നു ഓരോ സബ്ജക്റ്റിന്റെ അപ്രോച്ച്? ലൈക്ക് ഇപ്പൊ നമുക്കറിയാം ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻ ചെയ്യണം, ബയോളജി കുറെ വായിക്കണം. അപ്പം ആര്യന്റെ ഒരു അപ്രോച്ച് എങ്ങനെയായിരുന്നു ഓരോ സബ്ജക്റ്റും? ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും കോൺസെപ്റ്റ്സ് നല്ല ക്ലിയർ ആയിട്ട് പഠിക്കണം. ഇപ്പോൾ ചില ആളുകൾ പറയും ബയോളജി ഒക്കെ വെറുതെ വായിച്ചാൽ മതി, ബൈഹാർട്ട് ചെയ്താൽ മതി. പക്ഷേ ആ ഒരു അപ്രോച്ച് ഒരിക്കലും നമ്മളെ എൻട്രൻസ് എക്സാമിന് നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല. അപ്പോൾ കോൺസെപ്റ്റ്സ് ഭയങ്കര ക്ലിയർ ആയിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ അതിന് മാക്സിമം നമ്മളിപ്പോൾ ഒരു ടോപ്പിക്ക് പഠിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ ഒരുപാട് വരണം. അപ്പോൾ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ സ്കൂളിൽ നിന്ന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചേഴ്സിനോടൊക്കെ എപ്പോഴും ഡൗട്ട്സ് ചോദിക്കുമായിരുന്നു. ചെറിയ ഡൗട്ട് ആണെങ്കിൽ പോലും അത് നമ്മൾ ക്ലിയർ ചെയ്ത് ചോദിക്കാനുള്ള പേടി അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, സ്കൂളിൽ നിന്ന് അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ക്ലാസ്സിൽ നിന്ന് മൊത്തത്തിൽ ചോദിക്കൂല, പക്ഷെ പേഴ്സണലായിട്ട് പോയിട്ട് അങ്ങനെയായിരുന്നു ചോദിക്കുക. പിന്നെ വാട്സാപ്പ് മെസ്സേജസ് ഒക്കെ അയച്ച് ചോദിക്കുമായിരുന്നു. അപ്പോൾ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് പോവുമായിരുന്നു. എന്ത് ഡൗട്ട്സ് വന്നാലും അതൊക്കെ ക്ലിയർ ചെയ്ത് പോവുമായിരുന്നു. പിന്നെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുമായിരുന്നു. വെറുതെ നമ്മൾ ബൈ ഹാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ റോട്ട് ലേണിംഗ് ആണ് നമ്മൾ ഡിസ്കറേജ് ചെയ്യേണ്ടത് ശരിക്കും. കാരണം അത് നമ്മളെ കോൺസെപ്ച്വലി നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല. അപ്പം മാക്സിമം കോൺസെപ്റ്റ്സ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുക.
പിന്നെ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. പിന്നെ Biology ടെക്സ്റ്റ് ബുക്സ് നന്നായിട്ട് വായിക്കണം. ബയോളജി പിന്നെ ടെക്സ്റ്റ് ബുക്സ് വായിക്കണം, അത് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ കോൺസെപ്റ്റ്സ് മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കണം. അതും ക്വസ്റ്റ്യൻസ് എന്തായാലും 3 സബ്ജക്ട്സിലും ചെയ്യണം എന്തായാലും. NCERT ആര്യ 3ന്റെയും വായിച്ചിട്ടുണ്ടോ? ലൈക്ക് ഫിസിക്സ് അടക്കം വായിച്ചിട്ടുണ്ടോ? ഫിസിക്സ് ശരിക്കും NCERT വായിക്കുന്നത് എനിക്ക് അത്ര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടില്ല. എസ്പെഷ്യലി 11th ഫിസിക്സ് ഒന്നും ഞാൻ അങ്ങനെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ടില്ല. പക്ഷെ 12th ചില ചാപ്റ്റേഴ്സ് ഒക്കെ ഞാൻ വായിച്ചിട്ടുള്ളൂ. എനിക്കൊന്നും സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് ചാപ്റ്റേഴ്സ്, അത് മാത്രം, അതും കാര്യമായിട്ട് ബയോളജി NCERT വായിക്കുന്ന പോലെ ഫിസിക്സ് അങ്ങനെ ഒരിക്കലും ചെയ്തിട്ടില്ല. ഫിസിക്സ് എപ്പോഴും ക്ലാസ് കേൾക്കുന്ന സമയത്ത് തന്നെ ലെക്ചർ നോട്ട്സ് എഴുതിയെടുക്കും. പിന്നെ അത് പഠിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻസ് ചെയ്യും. അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഫിസിക്സിന് അങ്ങനെ NCERT വായിക്കുമ്പം അത് എനിക്ക് തോന്നുന്നു ടൈം വേസ്റ്റ് ആവുമെന്ന്. ഒരു റാങ്ക് 1 ആളാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ കെമിസ്ട്രിന്റെ കേസിലോ NCERT ഫുള്ള്? കെമിസ്ട്രി NCERT ഫുള്ള് നോക്കിയിട്ടുണ്ട്. എക്സസൈസ് ചെയ്തിട്ടുണ്ടോ ടെക്സ്റ്റിന്റെ ബാക്കിൽ? ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിൽ കെമിസ്ട്രിയിലൊക്കെ എന്തായാലും അത് ചെയ്തിട്ടുണ്ട്. ഫിസിക്സിലും അതേപോലെ എനിക്ക് തോന്നുന്നു എല്ലാം ഒന്നും ചെയ്തിട്ടില്ല, സെലക്ടഡ് ആയിട്ടാണ് ഞാൻ ചെയ്തത്. പക്ഷേ ക്വസ്റ്റ്യൻസ് ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. കുറെ ക്വസ്റ്റ്യൻസ് എത്രത്തോളം ഒരു ചാപ്റ്ററിന് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും? അത് ഇപ്പം കോച്ചിങ് തുടങ്ങുന്ന സമയത്തൊക്കെ ചിലപ്പോൾ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും ഇപ്പം മോഡൽ എക്സാംസ് ഒക്കെ ആവുമല്ലോ, ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ ഡെയിലി ഒരു 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യും. അങ്ങനെ 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യുമ്പോൾ തന്നെ അന്ന് നമുക്ക് 200 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നല്ലോ. അപ്പം തന്നെ ഒരു 400 ക്വസ്റ്റ്യൻസ് ആവും. പിന്നെ ചിലപ്പം ഏതെങ്കിലും ഒരു ബുക്കിൽ നിന്ന് ഒരു 100 ക്വസ്റ്റ്യൻസും കൂടി ചെയ്യും. എപ്പോഴും പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണോ, അല്ലെങ്കിൽ ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെ വീണ്ടും വീണ്ടും ചെയ്യായിരുന്നോ? ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ടി തോന്നുകയാണെങ്കിൽ അത് അവിടെ മാർക്ക് ചെയ്ത് വെക്കും. പിന്നെ ടൈം കിട്ടുമ്പോൾ അത് ചെയ്ത് നോക്കാറുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പുതിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ കുറേ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെ റിവൈസ് ചെയ്യുക ചെയ്തത്. ബയോളജിയിൽ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടോ? ബയോളജിയിലും ചെയ്തിട്ടുണ്ട്. എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടോ ഒരു ചാപ്റ്റർ? ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാം ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ, അപ്പൊ ഫിസിക്സിന് ചെയ്യുന്ന അത്ര തന്നെ ക്വസ്റ്റ്യൻസ് തന്നെ ബയോളജിയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, എങ്ങനെ റിവൈസ് ചെയ്ത് അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ? റിവിഷൻ ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് എന്താ ചെയ്തതെന്നൊരു ഐഡിയ ഇല്ല ഇപ്പോൾ. പക്ഷേ ചെറുതായിട്ട് നോട്ട്സ് ഉണ്ടാക്കി വെക്കുമായിരുന്നു. എക്സാംസ് പിന്നെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇടുന്നതിനനുസരിച്ചിട്ട് അവിടുന്ന് ഒരുപാട് എക്സാംസ് എഴുതിയിട്ടുണ്ട്. ഡെയിലി എക്സാംസ് ഉണ്ടാവുമായിരുന്നു. അപ്പോൾ എക്സാം എഴുതുന്നതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ കാണും. അപ്പോൾ അന്ന് തന്നെ കിട്ടാത്ത ആൻസേഴ്സ് ഉണ്ടെങ്കിൽ അന്ന് തന്നെ ചെയ്ത് പഠിക്കും. പിന്നെ റിവൈസ് ചെയ്യാൻ മെയിൻലി ടെക്സ്റ്റ് ബുക്ക് ഞാൻ എപ്പോഴും വായിക്കുമായിരുന്നു. റിവിഷൻ്റെ സമയത്താണെങ്കിലും ടെക്സ്റ്റ് ബുക്ക് ഡെയിലി വായിക്കുമായിരുന്നു. ഡെയിലി ബേസിസിൽ ബയോളജി ഒക്കെ എങ്ങനെ വായിക്കുമായിരുന്നു? ബയോളജി എസ്പെഷ്യലി ചില ചാപ്റ്റേഴ്സ് ഒക്കെ നമുക്ക് കുറച്ച് വോളറ്റൈൽ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വായിക്കുമായിരുന്നു. 11th കുറച്ച് ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. ബോട്ടണിയിലൊക്കെ കുറച്ച് വോളറ്റൈൽ ചാപ്റ്റേഴ്സ് ഉണ്ട്. അതൊക്കെ ഡെയിലി അല്ല, ഞാനൊരു അവസാനമായപ്പോഴത്തേക്കും ചെറുതായിട്ടൊരു ടൈം ടേബിൾ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു റിവിഷന് വേണ്ടി മാത്രമായിട്ട്. പിന്നെ ഷോർട്ട് നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ചാപ്റ്ററിനും ഷോർട്ട് നോട്ട്സ് അങ്ങനെയല്ല ഞാൻ ഉണ്ടാക്കിയത്. ഇക്വേഷൻസ്, ഇപ്പോൾ ഫിസിക്സ് ആണെങ്കിൽ ഇക്വേഷൻസ് മാത്രം എഴുതി വെക്കും. അല്ലെങ്കിൽ ഇപ്പം ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഒരു പുതിയ കോൺസെപ്റ്റ് നമുക്ക് കിട്ടും, അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എഴുതി വെക്കും. അങ്ങനെയായിരുന്നു. അതൊക്കെ പിന്നെ റിവൈസ് ചെയ്യുമായിരുന്നു. ഓർഗാനിക് കെമിസ്ട്രി എങ്ങനെയായിരുന്നു ആരെയൊക്കെ? ലൈക്ക് ഓർഗാനിക് കെമിസ്ട്രി എല്ലാവരും പറയുന്ന ഒരു ബുദ്ധിമുട്ട് പറഞ്ഞാൽ പഠിക്കുന്നതിനനുസരിച്ച് തന്നെ ഇത് മറന്നു പോകും. അപ്പൊ എങ്ങനെയാ അത് കൊണ്ടുപോയത്? ഓർഗാനിക് കെമിസ്ട്രി എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഓർഗാനിക് കെമിസ്ട്രി പഠിക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പ്രാക്ടീസ്. പിന്നെ NCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ചാപ്റ്റർ ആൻഡ് ക്വസ്റ്റ്യൻസ് കുറേ ഉണ്ട്. അതെല്ലാം ചെയ്യുമായിരുന്നു. പിന്നെ നെയിം റിയാക്ഷൻസ് ഒക്കെ ഒരുപാടുണ്ട്. ക്ലാസ്സിൽ നിന്ന് പഠിപ്പിച്ച് അന്ന് തന്നെ അത് പഠിച്ചു തീർക്കും. അങ്ങനെയായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളത് പെൻഡിങ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം റിവൈസ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഓർഗാനിക് കെമിസ്ട്രി. അപ്പോൾ അതുകൊണ്ട് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എന്തായാലും ബുക്ക് തരുന്നുണ്ടാവും. അത് കൂടാതെ അഡീഷണൽ ബുക്ക് ചെയ്യുമായിരുന്നോ? അഡീഷണൽ ബുക്സ് ശരിക്കും പറഞ്ഞാൽ ഞാൻ അധികം ചെയ്തിട്ടില്ല. MTGൻ്റെ ഒരു ബുക്കാണ് ഞാൻ അഡീഷണലി ചെയ്തതെന്ന് തോന്നുന്നു. അതല്ലാതെ അധികം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അത്രയും നമുക്ക് ടൈമും ഉണ്ടാവില്ല. കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലെ എല്ലാ ബുക്സും ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് MTGൻ്റെ ഒരു ബുക്ക്, പിന്നെ എനിക്ക് തോന്നുന്നു അരിഹന്തിൻ്റെ ഒരു ബുക്ക്, അത്രേ ചെയ്തിട്ടുള്ളൂ. അതിനെ കംപ്ലീറ്റ് ചെയ്യാനൊന്നും ടൈം കിട്ടിയിട്ടില്ല. അപ്പോൾ ടോപ്പ് മോസ്റ്റ് പ്രയോറിറ്റി അപ്പോൾ എന്തായാലും NCERTക്ക് കൊടുത്ത് NCERT കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ അതിനുശേഷം കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ബുക്ക്, പിന്നെ ഏതെങ്കിലും ഒരു അഡീഷണൽ ബുക്ക്. പിന്നെ ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടായിരുന്നു, അത് ഞാൻ സോൾവ് ചെയ്യാറുണ്ടായിരുന്നു. അത് നല്ല ഹെൽപ്ഫുൾ ആയി തോന്നിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ബാങ്ക്സ് ഒക്കെ പ്രീവിയസ്ലി ഒരു
പ്രീവിയസ് ആ, ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്തിട്ടില്ല. അത് മാത്രമായിട്ടുള്ള ബുക്സ് ഉണ്ടാവുമല്ലോ, ഓക്കെ. അത് ചെയ്യാറുണ്ടായിരുന്നു. ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും അത് ചെയ്യാറുണ്ടായിരുന്നു. എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് മോക്ക് ടെസ്റ്റ്? ആര്യക്ക് എന്താ തോന്നിയത്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അത് തന്നെയാണ് ശരിക്കും. കാരണം നമ്മൾ പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മളൊരു എക്സാം എഴുതുമ്പോഴേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം എത്തിയെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ചിലപ്പോൾ ഒരു എക്സാം എഴുതുമ്പോഴായിരിക്കും നമുക്ക് ഇന്ന ടോപ്പിക്ക് ചിലപ്പം കുറച്ച് വീക്കാണ്, അല്ലെങ്കിൽ ഇന്ന ടോപ്പിക്ക് കുറച്ചും കൂടി നന്നായിട്ട് അറിയാം. അപ്പോൾ വീക്കായിട്ടുള്ള ടോപ്പിക്സ് നമുക്ക് കുറച്ചധികം സമയം കൊടുക്കാം. അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാവുക, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ മറന്നു പോയിട്ടുണ്ട്, അതൊക്കെ നമുക്ക് മനസ്സിലാവുക ചിലപ്പോൾ ഈ എക്സാംസ് എഴുതുമ്പോഴായിരിക്കും. പിന്നെ ഇപ്പോൾ ഫിസിക്സ് ഒക്കെ ആണെങ്കിൽ ഓരോ എക്സാമിനും പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് കാണും. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും ചെയ്യേണ്ട ഒരു രീതി നമ്മൾ ഫെമിലറൈസ് ആവുമല്ലോ. അപ്പം മൊത്തത്തിൽ നമുക്ക് അപ്പം ഫൈനൽ നീറ്റ് എക്സാമിനാണെങ്കിലും നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ മാക്സിമം ചിന്തിക്കാൻ എന്തൊക്കെ പോസിബിലിറ്റീസിൽ ചിന്തിക്കാൻ പറ്റുമോ അത്രയും പോസിബിലിറ്റീസിൽ നമ്മൾ ചിന്തിക്കണം. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് നമ്മൾ ഇതുവരെ കാണാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും നമുക്ക് മനസ്സിലാവും അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പം മാക്സിമം എക്സാംസ് എഴുതണം. പിന്നെ ടൈം മാനേജ്മെൻറ്റ് വലിയൊരു പ്രശ്നമാണല്ലോ, പല ആൾക്കാരും പറയാറുണ്ട് കറക്റ്റ് ടൈമിന് എഴുതി തീർക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതൊക്കെ കറക്റ്റ് ആക്കണമെങ്കിൽ നമുക്ക് എന്തായാലും മോക്ക് ടെസ്റ്റ് ചെയ്യണം, മാക്സിമം ചെയ്യാം, എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യണം. എപ്പോഴെങ്കിലും ആർക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? അതായത് എക്സാമിന് ഒരു സെറ്റ് ഓഫ് ചാപ്റ്റേഴ്സ് അവർ തരും, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ഇത്രത്തോളം പഠിക്കണം, ഒരു 10 അവസാനത്തേക്കൊക്കെ നമുക്ക് ഇങ്ങനെ സെറ്റ് ആയി തരും. അപ്പം ഇത് മൊത്തം പഠിച്ചു തീരുന്നില്ല ആൻഡ് മോക്ക് എക്സാം ഉണ്ട്. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ എന്താണ് ആര്യ ചെയ്തത്? അല്ലെങ്കിൽ പഠിച്ചു തീർന്നിട്ടുണ്ടായിരുന്നു ആര്യന്റെ കേസിൽ? അതായത് ഞാൻ മാക്സിമം ഡെയിലി പഠിച്ചു തീർക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. പക്ഷെ ചിലപ്പോൾ ഒക്കെ പെൻഡിങ് ആയി പോകും. അപ്പം അങ്ങനത്തെ ടോപ്പിക്സ് വീക്കെൻഡ്സിൽ പഠിച്ചു തീർക്കും. സാറ്റർഡേ സൺഡേ ക്ലാസ് ഉണ്ടാവില്ല, അപ്പോൾ ആ സമയത്ത് പഠിച്ചു തീർക്കാൻ ശ്രമിക്കും. എന്നിട്ടും പെൻഡിങ് ആവുകയാണെങ്കിൽ പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ചു തീർക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് എക്സാമിൻ്റെ തലേന്ന്, എക്സാമിൻ്റെ അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് ഫുൾ ടോപ്പിക്സ് ചിലപ്പം പഠിച്ചു തീർക്കാൻ പറ്റാറുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് ചെറുതായിട്ട് ടെൻഷനൊക്കെ ഉണ്ടാവുമായിരുന്നു. പക്ഷെ അത് പിന്നെ എപ്പോഴാണോ ഇനി അടുത്ത ദിവസം വരുന്നത് അപ്പോൾ തന്നെ അത് കവർ ചെയ്യുമായിരുന്നു. ഓക്കെ. അക്കോർഡിംഗ് ടു ആര്യ എങ്ങനെയായിരിക്കും ഒരു സ്റ്റുഡന്റ് മോക്ക് സ്കോർ ഇംപ്രൂവ് ചെയ്യേണ്ടത്? എന്താണ് ചെയ്യേണ്ടത് മോക്ക് സ്കോർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്? മോക്ക് ടെസ്റ്റിൻ്റെ ഒരു വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം കുറേ നാൾ നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ കുറേ നാൾ കിട്ടില്ല. അങ്ങനെയായിരുന്നു. എനിക്ക് തുടക്കത്തിൽ ബ്രില്യൻറ്റിൽ എക്സാംസ് നടത്തിയപ്പം തുടക്കത്തിൽ ഒരു കുറേ എക്സാംസിന് എപ്പോഴും ടോപ്പ് 10, ടോപ്പ് 20 അങ്ങനെയായിരുന്നു. പക്ഷേ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ഒരു 100, 200 അങ്ങനെയൊക്കെ ആവാൻ തുടങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും മാർക്ക് കയറി വരാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ സ്കോർ ഇമ്പ്രൂവ് ചെയ്യാൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ടെൻഷൻ ആവാണ്ടിരിക്കുക. ടെൻഷൻ ആയി കഴിഞ്ഞാൽ, കാരണം പല ആൾക്കാരും അങ്ങനെ ഒരു എക്സാമിന് മാർക്ക് കുറയുമ്പോഴത്തേക്ക് തന്നെ ഭയങ്കര ഡൗൺ ആവും. അപ്പോൾ അത് ആദ്യം നമ്മൾ ഒഴിവാക്കുക. അതാണ് നമ്മൾ ആദ്യം വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം മോക്ക് എക്സാമിൻ്റെ സ്കോറ് ചിലപ്പം അതും നീറ്റ് എക്സാമിൻ്റെ സ്കോറുമായിട്ട് ചിലപ്പം ഒരു ബന്ധം ഉണ്ടാവില്ല. അപ്പം ഓരോ എക്സാം കഴിയുമ്പോഴും മാക്സിമം നമ്മൾ എന്താണോ മിസ്റ്റേക്ക് വന്നത് അത് മാക്സിമം കറക്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു എക്സാം എഴുതുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവുക ചില ടോപ്പിക്സ് നമുക്ക് ഓർമ്മയില്ല, അല്ലെങ്കിൽ ആ ടോപ്പിക്ക് ഒന്നും കൂടി പഠിക്കാനുണ്ട്, അങ്ങനെയൊക്കെ മനസ്സിലാവുമല്ലോ. അപ്പോൾ അതൊക്കെ വീണ്ടും പഠിച്ചിട്ട് അടുത്ത എക്സാമിന് കുറച്ചും കൂടി ബെറ്റർ ആവാൻ നോക്കുക. ചിലപ്പം പക്ഷെ നമ്മൾ ശ്രമിച്ചാലും ചിലപ്പം അടുത്ത എക്സാമിന് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാരണത്താൽ നമുക്ക് ചിലപ്പം പെർഫോം ചെയ്യാൻ പറ്റിയെന്നും വരില്ല. പക്ഷേ അതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല, കാരണം കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും നമ്മൾ പഴയ രീതിയിലേക്ക് തന്നെ വരും. ഓക്കെ. ആര്യ എപ്പോഴെങ്കിലും ഈ ഒരു 1 ഇയറിൽ ഉഴപ്പിയിട്ടുണ്ടോ? എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം പഠിക്കാതിരിക്കേ? ഉഴപ്പിയിട്ടില്ല. ഓക്കെ, ദാറ്റ്സ് സംതിങ് ടു നോട്ട്. പറയുമ്പം എനിക്ക് ഞാൻ പറഞ്ഞില്ല, മൈഗ്രെയിൻ്റെ പ്രശ്നമുണ്ട്. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ ഞാൻ നല്ല കംഫർട്ടബിൾ ആയിരുന്നു. ഓൺലൈൻ ബാച്ച് ആയിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് സ്ട്രെസ്സൊക്കെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അച്ഛനും അമ്മയും ചേച്ചിയും എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും ഞാൻ പറയും. പഠിച്ചിട്ട് മടുത്തെന്ന് പറയുമ്പം ചില ദിവസങ്ങളൊക്കെ എക്സാം അടുത്ത സമയത്തൊക്കെ നമുക്ക് അങ്ങനെ തോന്നും, കുറച്ചധികം ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുമല്ലോ. പക്ഷെ ആ സമയത്ത് ഞാൻ കുറേ പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പം വീട്ടിൽ തന്നെ ആകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അധികം വരില്ല. കുറേ പഠിച്ച് മടുക്കുമ്പോൾ ചിലപ്പം അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പോയി കുറച്ച് സംസാരിക്കും, അല്ലെങ്കിൽ ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങിപ്പോവും, അങ്ങനെ പുറത്തോട്ട് നോക്കിയിരിക്കും, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഞാൻ മൊബൈൽ ഫോൺ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല വിഷയ ടൈമിലൊന്നും. മെയിൻ തിങ് ടു നോട്ട് അതാണ്. എനിക്ക് തോന്നുന്നത് ഡിസ്ട്രാക്ഷൻ ബുദ്ധിമുട്ട് അത്ര ഒരു ബുദ്ധിമുട്ടില്ലാത്തത് ആര്യക്ക് ആ മൊബൈൽ ഫോൺ. ഇപ്പോഴായാലും ആര്യ സോഷ്യൽ മീഡിയാസിലൊന്നും ഇല്ല. ഞാൻ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട്, പക്ഷെ ഞാൻ യൂസ് ചെയ്യാറില്ല. ഓക്കെ. എങ്ങനെയാണ് ആര്യ ഈ മോക്ക് ടെസ്റ്റ് എഴുതുന്നതിന്റെ ഇടയിൽ കമ്പാരിസൺ, ആ കുട്ടിക്ക് ഈ റാങ്ക്, എനിക്ക് ഇത്ര റാങ്കേ ഉള്ളൂ, അല്ലെങ്കിൽ ഇപ്പൊ ടോപ്പ് റാങ്കിൽ നിന്ന് കഴിഞ്ഞ് പെട്ടെന്ന് താഴോട്ട് വരുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ്, ചിലപ്പോൾ അത് പഠിത്തത്തിനെ തന്നെ എഫക്ട് ചെയ്യും. എങ്ങനെയാണ് ആര്യ അത് ഒഴിവാക്കിയത്? അതുണ്ടായിരുന്നു.
ഇപ്പം ഞാൻ പറഞ്ഞല്ലോ കുറേ നാൾ ടോപ്പ് റാങ്കിൽ വന്ന് പിന്നെ താഴോട്ട് വരുമ്പം അത് സങ്കടം എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ അത് എന്നെ എഫക്റ്റ് ചെയ്യാൻ ഞാൻ അനുവദിച്ചിട്ടില്ല. കാരണം അങ്ങനെ നമ്മൾ വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം പോവുമല്ലോ. അപ്പം ഇടയ്ക്ക് മാർക്ക് കുറഞ്ഞു പോയി കഴിഞ്ഞാലും ഞാൻ അങ്ങനെ കാര്യമാക്കാറുണ്ടായിരുന്നില്ല. ഞാൻ വീണ്ടും പഠിക്കും, അങ്ങനെയായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടതും. കാരണം ഇപ്പം നല്ല മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം ആയി എന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കാൻ പാടില്ല. പിന്നെ മാർക്ക് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ എല്ലാം പോയി, അങ്ങനെയല്ല. അപ്പം നമ്മൾ ഈ ലാസ്റ്റ് ഡേ വരെ നമ്മൾ ഒരേ പേസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക വേണ്ടത്. അപ്പം മാർക്ക് കൂടുതൽ കിട്ടിയതുകൊണ്ട് ഇല്ലാന്നും കുറഞ്ഞതുകൊണ്ട് ഇനി പോയി അങ്ങനെയുമല്ല. പിന്നെ കമ്പാരിസൺ അത് ഞാൻ ചെയ്തിട്ടില്ല. അത് എനിക്ക് തോന്നുന്നു നല്ലൊരു എൻ്റെ ഒരു എന്താ പറയുക, എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ ഒരു കാര്യം. ഞാൻ എപ്പോഴും എൻ്റെ കാര്യത്തിൽ മാത്രം ഫോക്കസ്ഡ് ആയിരുന്നു. പിന്നെ ഓൺലൈൻ ബാച്ച് ആണ്, അപ്പം ചുറ്റിനും ഞാൻ ആരെയും കാണുന്നില്ല, എൻ്റെ വീട്ടുകാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കമ്പാരിസൻ്റെ ഒരു പ്രശ്നം വരുന്നില്ല അവിടെ. പിന്നെ എനിക്കൊന്ന് ഹോസ്റ്റലിലെ കുട്ടികളൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ടായിരുന്നു ആ ഒരു പ്രശ്നം. പക്ഷെ എനിക്ക് അങ്ങനെ അതുകൊണ്ടായിരിക്കും, ഓൺലൈൻ ബാച്ച് ആയതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു പ്രോബ്ലം എനിക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റി. ഞാൻ പറഞ്ഞു, എൻ്റെ വീട്ടുകാർ അവർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഇൻ കേസ് മാർക്ക് അച്ഛന്റെ അടുത്താണോ, അമ്മേന്റെ അടുത്താണോ, ചേച്ചിന്റെ അടുത്താണോ? അങ്ങനെ പറയാൻ പറ്റില്ല, എല്ലാവരും ഒരുപോലെ. പിന്നെ അതുപോലെ ടീച്ചേഴ്സും, സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. എങ്ങനെയാ ആര്യ ടൈം മാനേജ് ചെയ്തപ്പോ? നമ്മുടെ എക്സാം ഇത്ര മണിക്കൂർ ഈ ഒരു സബ്ജക്ട്, ആ ഒരു രീതിയിൽ ആര്യ എങ്ങനെയാ ഡിവൈഡ് ചെയ്തത് എക്സാമിന്? നീറ്റ് എക്സാം എഴുതുമ്പോഴാണ്. അതെ അതെ. ആ ഒരു സമയത്ത് ശരിക്കും ഞാൻ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അതേ പാറ്റേൺ, ഫസ്റ്റ് ഫിസിക്സ് എഴുതും, പിന്നെ കെമിസ്ട്രി, പിന്നെ ബയോളജിയാണ് അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നത്. പക്ഷെ അത് നമ്മളുടെ ഒരു കംഫർട്ടബിലിറ്റി അനുസരിച്ചാണ്. ചില ആളുകൾക്ക് ചിലപ്പം ബയോളജി ഫസ്റ്റ് എഴുതും, പിന്നെ കെമിസ്ട്രി എഴുതും, ലാസ്റ്റ് ഫിസിക്സ് എഴുതും. അത് ഞാൻ ഫസ്റ്റ് ഫിസിക്സ് തന്നെയാണ് എഴുതിക്കൊണ്ടിരുന്നത്. അത് എനിക്ക് നമ്മുടെ കംഫർട്ടബിലിറ്റി അനുസരിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ചിലപ്പം ലാസ്റ്റ് മൊമെൻറ്റിൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ടൈം കിട്ടാണ്ടൊക്കെ വരികയാണെങ്കിൽ, ബയോളജി ആണെങ്കിൽ ചിലപ്പം 1 മിനിറ്റ് വേണമെന്നില്ല ബയോളജിക്കൊക്കെ. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കുറച്ച് സെക്കൻഡ്സ് കൊണ്ട് തന്നെ നമുക്ക് എഴുതി തീർക്കാൻ പറ്റുമല്ലോ. പക്ഷേ ഫിസിക്സും കെമിസ്ട്രിയും ചിലപ്പം ചില ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ 1 മിനിറ്റ് തന്നെ ചെയ്യാൻ പറ്റും. പക്ഷേ ചില ക്വസ്റ്റ്യൻസ് നമ്മൾ കുറച്ചധികം ചിന്തിക്കേണ്ടതായിട്ട് വരും. അപ്പം അതൊക്കെ ഫസ്റ്റ് എഴുതി പോകുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ. ഡേ ബിഫോർ നീറ്റ് എന്തെങ്കിലും മെമ്മറീസ് ഉണ്ടോ? നേരത്തെ കിടന്നുറങ്ങി ഫുള്ള് നോക്കി? ശരിക്കും പറഞ്ഞാൽ ആ ദിവസം ഒന്നും പഠിക്കാൻ പറ്റിയിട്ടില്ല. നാളെ എന്താവുന്നുള്ളൊരു മോക്ക് ടെസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു അന്ന്? ഞാൻ ലാസ്റ്റ് എല്ലാ എഴുതിയിട്ടുണ്ടായിരുന്നു. ടെൻഷൻ ഉണ്ടായിരുന്നോ? മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. അത് കുഴപ്പമില്ലല്ലോ, നമുക്ക് എന്തായാലും കുഴപ്പമില്ലല്ലോ. പക്ഷെ നീറ്റ് എക്സാമിൻ്റെ തലേ ദിവസം വരെ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് രാവിലെ ചെറുതായിട്ടൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഞാൻ ശരിയായി, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഡേ ബിഫോർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഭയങ്കര കാര്യമായിട്ട് അങ്ങനെ പഠിക്കാൻ പറ്റിയിട്ടില്ല. കാരണം നമുക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവുമല്ലോ, നാളെ ഇത് എന്താവും എന്നുള്ള ഒരു ഇതുണ്ടാവും. അപ്പം ഞാൻ ജസ്റ്റ് റിവൈസ് ചെയ്തു ചെറുതായിട്ടൊക്കെ. ഞാൻ പറഞ്ഞ നോട്ട്സ് കുറച്ചൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തു. പിന്നെ ബയോളജിയൊക്കെ ജസ്റ്റ് ടെക്സ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ പേജൊക്കെ ജസ്റ്റ് ഒന്ന് മറച്ചു നോക്കി, അത്രേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ അന്ന് മെയിൻലി ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ടീച്ചേഴ്സിനൊക്കെ കോൺടാക്ട് ചെയ്തു. പഠിപ്പിച്ച ടീച്ചേഴ്സിനെ മുഴുവൻ ഞാൻ KG തൊട്ട് 12th വരെ എന്നെ പഠിപ്പിച്ചിട്ടുള്ള ടീച്ചേഴ്സിനെ ഞാൻ മാക്സിമം കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരോട് കുറേ സംസാരിച്ചു. അതൊക്കെ നല്ലൊരു പോസിറ്റിവിറ്റി തന്നിട്ടുണ്ട്. ഓക്കെ. എക്സാമിന്റെ അന്ന് രാവിലെ നേരത്തെ എണീച്ചിട്ട് കുറെ പഠിച്ചു, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ രാവിലെ ഒന്നും നോക്കിയിട്ടില്ല, ജസ്റ്റ് പോവായിരുന്നു? രാവിലെ ഞാനൊന്നും പഠിച്ചിട്ടില്ല അന്ന്. എക്സാമിന് അന്നൊന്നും നോക്കിയിട്ടില്ലായിരുന്നു. പിന്നെ ട്രാവൽ ചെയ്യുമ്പോ ഒക്കെ ഞാൻ പഠിക്കാൻ വേണ്ടി എന്റെ നോട്ട് പാഡ് തുറന്നു, പക്ഷെ ഒന്നും പഠിച്ചിട്ടില്ല. കുറെ ദൂരത്തായിരുന്നു എക്സാം സെന്റർ ഉണ്ടായിരുന്നു? കുറച്ചധികം ദൂരം, ഒരു 1.5 hours ഉണ്ടായിരുന്നു ട്രാവൽ ചെയ്യാൻ. പിന്നെ അവിടെ എത്തിയിട്ട് വീണ്ടും കുറച്ച് മണിക്കൂർ കഴിഞ്ഞിട്ടായിരുന്നോ എക്സാം സ്റ്റാർട്ട് ചെയ്തത്? ഞാൻ നേരത്തെ എത്തി, ഒരു 9:30 ആയപ്പോൾ ഞാൻ അവിടെ എത്തി. 11 ആയിരുന്നു തോന്നുന്നു നമ്മൾ അവിടെ എത്തേണ്ടിയിരുന്നത്. അപ്പോൾ നേരത്തെ എത്തുന്ന അതും എനിക്ക് നല്ലൊരു സംഭവമാണ്. നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ കയറി പോകുമ്പം അത് ഒഴിവാക്കാൻ, പിന്നെ ആ അറ്റ്മോസ്ഫിയർ ആയിട്ട് നമുക്കൊന്ന് ഫിറ്റ് ആവാനൊക്കെ കുറച്ച് സമയം വേണ്ടി വരുമല്ലോ. അപ്പൊ എന്താ ചെയ്ത റൂമിൽ കയറിയപാട് ഞാൻ ഒന്നും ചിന്തിച്ചിട്ടില്ല. ഇങ്ങനെ എനിക്ക് തോന്നുന്നു ചില ആൾക്കാരൊക്കെ ഇങ്ങനെ എക്സാമിന് മുമ്പ്, ഈ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നതിന് മുമ്പ് ഇങ്ങനെ പഠിച്ചതൊക്കെ ഇങ്ങനെ ഓർത്ത് നോക്കും. പക്ഷെ ഞാൻ അങ്ങനെയല്ലായിരുന്നു. ഞാൻ എക്സാമിന്റെ മുമ്പ് ഫുൾ എന്താ പറയുക, മൈൻഡ് ഫുൾ കാമായിരുന്നു, ഒന്നും ചിന്തിച്ചിട്ടില്ല. പക്ഷെ ചില ആളുകൾ ഇങ്ങനെ പഠിച്ചതൊക്കെ ഓർത്ത് നോക്കാറുണ്ട്. എനിക്ക് ആ ശീലമില്ല. അപ്പോൾ എനിക്ക് കൂടുതൽ ചിലപ്പം ഒന്നും ഓർമ്മയില്ല എന്നൊക്കെ തോന്നും. അപ്പം അതുകൊണ്ട് അങ്ങനെ ഞാൻ ചെയ്യാറില്ല. പിന്നെ പേപ്പർ കിട്ടിക്കഴിഞ്ഞപ്പോൾ, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ, ശരിക്കും പറഞ്ഞാൽ ടെൻഷനായിട്ട് അങ്ങനെ എനിക്കുണ്ടായിരുന്നില്ല. ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ജസ്റ്റ്
ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യം ഫിസിക്സാണ് ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ ആദ്യം ചെയ്യാൻ തുടങ്ങിയപ്പം തന്നെ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ തന്നെ ഒരു സന്തോഷമായി. ഏകദേശം പറ്റും, നമുക്ക് ഏകദേശം മനസ്സിലാവുമല്ലോ ചെയ്യാൻ പറ്റും എന്നൊക്കെ. അങ്ങനെ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ പോലെ ഉണ്ടായിരുന്നു, ഒരു എക്സൈറ്റ്മെൻറ്റ് കാരണം. പക്ഷേ ഒരു 2-3 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞപ്പോഴത്തേക്കും ആ എക്സാമിൻ്റെ തന്നെ ട്രാക്കിൽ വന്നു. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ചിലപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യുമ്പം ചില ആൻസേഴ്സ് ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അത് നമ്മൾ കൂടുതൽ ഒരു 1 മിനിറ്റ് കൂടുതൽ അതിന് സ്പെൻഡ് ചെയ്യുകയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് അവിടെ ലീവ് ചെയ്യുക. പിന്നെ എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നേരത്തെ ലീവ് ചെയ്ത ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരുന്നതാണ് നല്ലത്. ഓക്കെ. ആര്യക്ക് എപ്പോഴെങ്കിലും ചെയ്യുമ്പം അങ്ങനെ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നോ? എന്തെങ്കിലും ബബിൾ ചെയ്യുന്ന മാറിപ്പോവുക, അല്ലെങ്കിൽ വായിച്ചിട്ട് ക്വസ്റ്റ്യൻ എത്ര വായിച്ചിട്ടും കിട്ടുന്നില്ല? ബബിൾ ചെയ്യുമ്പോൾ മാറിപ്പോകുന്നത് ഉണ്ടായിരുന്നു. തുടക്കത്തിലൊക്കെ ബ്രില്യൻ്റ് എന്ന എക്സാം എഴുതുന്ന സമയത്ത് അങ്ങനെ പ്രശ്നം പറ്റാറുണ്ടായിരുന്നു. പക്ഷെ അത് പിന്നെ കുറേ എക്സാംസ് എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും അത് ശരിയായി. ഓക്കെ. ഇത് കൂടാതെ അതിൻ്റെ അടുത്ത് നീറ്റ് റിലേറ്റഡ് ആയിട്ട് കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ചോദിക്കാണ്ട് കുറേ പേര് പേഴ്സണലി മെയിൽ ചെയ്തിട്ടുണ്ട്. ബട്ട് ഓവറോൾ ഇപ്പം എന്താണ് നീറ്റ് ആസ്പിറൻസിൻ്റെ അടുത്ത് മെസ്സേജ് കൊടുക്കാണ്ട്? ഇപ്പോൾ ഒരു കുട്ടി പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ ആ കുട്ടിക്ക് പറ്റുമോ? അതേപോലെ തന്നെ കുറേ പേര് അണ്ടർ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അവരുടെ അടുത്ത് എന്താണ് പറയാനുള്ളതായിരിക്കും? അതായത് നമ്മൾ നീറ്റ് മാത്രമല്ല, നമ്മൾ എന്താണ് തുടങ്ങുന്നതെങ്കിലും അത് നമ്മൾ ഒരിക്കലും ഒരു പറ്റില്ല എന്നുള്ളൊരു വിചാരത്തോടെ നമ്മൾ തുടങ്ങരുത്. മാക്സിമം നമ്മളെപ്പോഴും കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ചിലപ്പം പല കാര്യങ്ങളും ഉണ്ടാവും, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന പല കാര്യങ്ങളും ഉണ്ടാവും. മാക്സിമം നമ്മൾ അതൊക്കെ നമ്മൾ ഒഴിവാക്കുക, എങ്ങനെയെങ്കിലും നമ്മളത് ഒഴിവാക്കിയേ പറ്റൂ. ബുദ്ധിമുട്ടായിരിക്കും, എനിക്കറിയാം, പറയാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ ഇത് ഈ കോച്ചിങ് നടക്കുന്ന സമയത്ത് അത് ആ കുട്ടികൾക്ക് ഉണ്ടാവുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാവും. പക്ഷെ നമ്മൾ മാക്സിമം എങ്ങനെയെങ്കിലും നമ്മൾ അതിനൊക്കെ മാറ്റി നിർത്തുക എന്നുള്ളതല്ലാതെ വേറൊരു വഴിയുമില്ല. അപ്പം നമ്മുടെ ആ ഒരു ജേർണിയിൽ വരുന്ന ഹേർഡിൽസ് ഒക്കെ നമ്മൾ എങ്ങനെയെങ്കിലും ഓവർകം ചെയ്തേ പറ്റൂ. അപ്പം ഒരാൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ അയാൾ ഉറച്ച ഒരു തീരുമാനം ഉണ്ടാവണം. എന്ത് വന്നാലും ഞാൻ അവസാനം വരെ പിടിച്ചു നിന്ന് എഴുതും. അങ്ങനെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാവണം. കാരണം ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഉഴപ്പിക്കഴിഞ്ഞാൽ ചിലപ്പം അത് ഈ ഒരു എക്സാം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം പറഞ്ഞാൽ കോമ്പറ്റീഷൻ തന്നെയാണ്. കാരണം നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഭയങ്കര കൂടുതലല്ലേ. അപ്പോൾ നമ്മൾ ഓരോ സമയം ഉഴപ്പുമ്പോഴും അത് നമ്മളെ തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ എഫക്റ്റ് ചെയ്യും. അപ്പം മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യാന്നേ ഉള്ളൂ. അല്ലാണ്ട് ഇത്ര സമയം തന്നെ ഇരുന്ന് പഠിക്കണം അങ്ങനെയൊന്നുമില്ല. ഇത്ര ടൈം ഇരുന്ന് പഠിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ, ഇത്ര ടൈം ഇരുന്ന് പഠിച്ചാൽ കിട്ടില്ല, അങ്ങനെയൊന്നുമില്ല. നമുക്ക് മാക്സിമം നമ്മുടെ ഒരു കംഫർട്ടബിലിറ്റിക്ക് അനുസരിച്ച് നമ്മൾ പഠിക്കുക. പിന്നെ പ്രീവിയസ് ഇയേഴ്സിലെ ടോപ്പേഴ്സൊക്കെ പറയുന്നതൊക്കെ ചെറുതായിട്ടൊക്കെ കേൾക്കുക. പക്ഷെ എല്ലാം നമുക്ക് ആപ്ലിക്കബിൾ ആവണമെന്നുമില്ല. കാരണം നമ്മളെല്ലാവരും വ്യത്യസ്തരാണല്ലോ. അപ്പം നമുക്ക് ഒരാൾ ചെയ്യുന്ന ഒരു സംഭവം മറ്റൊരാൾക്ക് ചിലപ്പം അങ്ങനെ എന്താ പറയുക, നല്ല രീതിയിൽ ചെയ്യാൻ പറ്റണമെന്നുമില്ല. അപ്പം നമ്മൾ ബേസിക്കലി നമുക്ക് പറ്റിയൊരു രീതി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം പഠിക്കാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് പല ആൾക്കാരും ചെയ്യാറുണ്ട്, ആ കുട്ടി അങ്ങനെയാണ് ചെയ്യുക, അതുകൊണ്ട് ഞാനും ഇങ്ങനെ തന്നെ ചെയ്യും. അപ്പോൾ അതിനേക്കാളുപരി എനിക്ക് തോന്നുന്നു നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു രീതി ഉണ്ടാക്കിയെടുക്കുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും. പിന്നെ ബേസിക്കായിട്ട് എല്ലാവരും ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞു, ഒന്ന് ഹാർഡ് വർക്കാണ്. പിന്നെ കോൺഫിഡൻസ് അത് വേണം. ഓവർ കോൺഫിഡൻസ് അല്ല, അത് തീരെ പാടില്ല. സെൽഫ് കോൺഫിഡൻസ്, ആവശ്യത്തിന് സെൽഫ് കോൺഫിഡൻസ് വേണം. പിന്നെ നമുക്ക് വിഷമങ്ങൾ ഉണ്ടാവും ഈ ജേണിയിൽ, ഉറപ്പായിട്ടും നമുക്ക് വിഷമങ്ങൾ ഉണ്ടാവും. എല്ലാ ദിവസവും സന്തോഷിച്ച് ചിരിച്ചുകൊണ്ട് ഒരാൾക്കും ഈ ഒരു ജേണി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം എൻ്റെ കേസ് എടുത്ത് നോക്കി കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. നമുക്ക് പല ഇതും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലും ഓവർകം ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം ഒരു എന്താ പറയുക, ആ ഒരു ഡിസിഷനോട് കൂടി തന്നെ നമ്മൾ ഇതിലേക്ക് ഇറങ്ങണം. അതാണ്. എനിവേ ആര്യൻ്റെ ഇതുവരെയുള്ള അഡ്വൈസ് വാസ് സോ യൂസ്ഫുൾ. കാരണം ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവാണ്. എല്ലാവരും ഗെറ്റ് ഔട്ട്സൈഡ് യുവർ കംഫർട്ട് സോൺ എന്ന് പറയുമ്പം കംഫർട്ട് സോണിൽ നിന്ന് വർക്ക് ചെയ്തിട്ട് സക്സസ് അച്ചീവ് ചെയ്ത ഒരാളാണ് ആര്യ. അതിപ്പോൾ എനിക്ക് തോന്നുന്നു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയാലും ആദ്യം ഹോസ്റ്റലിൽ പോയി പിന്നെ അത് ഓൺലൈൻ ആക്കി മാറ്റി, മോഡ് ഓഫ് സ്റ്റഡി കംഫർട്ടിനനുസരിച്ച് മാറ്റി, ഇപ്പോൾ പഠിക്കുന്ന കോളേജ് ആയാലും കംഫർട്ടിനനുസരിച്ച് ചൂസ് ചെയ്താണ്. ടോപ്പ് മോസ്റ്റ് കോളേജ് കിട്ടിയിട്ടും ഇല്ല എൻ്റെ കംഫർട്ട് സോൺ ഇതാണ്. പക്ഷെ എടുത്ത ഡിസിഷൻ റൈറ്റും ആണ്. ഇപ്പം ആര്യ ഇപ്പോൾ +1 +2 എഗെയിൻ സ്ക്രീനിങ് ടെസ്റ്റിൽ ക്വാളിഫൈ ആവാനാണ് ചിലവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുക. പക്ഷെ ക്വാളിഫൈ ആയി. ബട്ട് സ്റ്റിൽ അവിടെ എനിക്ക് കംഫർട്ട് സോൺ, എൻ്റെ വീട് മാറി നിൽക്കേണ്ടി വരും എന്നുള്ളത് ആര്യ തീരുമാനിച്ചു. പക്ഷെ ആ ഒരു ഡിസിഷനിൽ തന്നെ ഉറച്ചു നിന്നു. ആൻഡ് യു മെയ്ഡ് ഇറ്റ് റൈറ്റ് ബൈ സ്കോറിംഗ് റാങ്ക് 1 ഡ്യൂറിങ് യുവർ റിപ്പീറ്റ് ഇയർ. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഭയങ്കര ഞാൻ ഇതുവരെ കേട്ടൽ വെച്ചിട്ട് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് ആണ്. ലൈക്ക് സ്റ്റേ ഇൻ യുവർ കംഫർട്ട് സോൺ ആൻഡ് ബിലീവ് ഇൻ യുവർ സെൽഫ്, വർക്ക് ഹാർഡ്, യു വിൽ ഗെറ്റ് യുവർ റിസൾട്ട്. അതാ എനിക്കും പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഇപ്പം ഞാൻ ആദ്യം തന്നെ അന്ന് ഈ റെസിഡൻഷ്യൽ ബാച്ചിൽ ചേരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പം ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ക്രാക്ക് ചെയ്യാനൊക്കെ. പക്ഷെ ഞാനതൊന്നും കേൾക്കാൻ പോയില്ല. കാരണം നമ്മുടെ ഒരു രീതി നമുക്കറിയാമല്ലോ.
പിന്നെ അതുപോലെ തന്നെ ഞാൻ ഓഫ്ലൈൻ ബാച്ചിൽ നിന്ന് ഓൺലൈൻ ബാച്ചിലേക്ക് വന്നപ്പം പൊതുവെ എല്ലാവരും പറയും ഓൺലൈൻ ബാച്ചിലിരുന്ന് ആരും പഠിക്കില്ല. അപ്പം ഞാൻ അന്ന് അങ്ങനെ ഡിസിഷൻ എടുത്തപ്പോൾ എൻ്റെ പേരൻസ് അല്ല, അവരൊരിക്കലും എതിര് പറഞ്ഞിട്ടില്ല. ഞാൻ ഓഫ്ലൈനിൽ നിന്ന് ഞാൻ വരിക എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു മോള് വന്നോന്നാ. അപ്പോൾ അവരല്ല, പക്ഷേ നമ്മൾ അറിയാവുന്ന പല ആളുകളും പറയുമല്ലോ. അപ്പം എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസിഷൻ തെറ്റാണ്, ഓൺലൈൻ ബാച്ചിലേക്ക് വന്നത് തെറ്റായിപ്പോയി, കിട്ടില്ല എന്നൊക്കെ. പക്ഷേ നമ്മൾ ബേസിക്കലി എല്ലാവരും പറയുന്ന കേൾക്കരുത് അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മൾ നമ്മുടെ ഒരു കാര്യം അത് നമ്മൾ നോക്കണം മാക്സിമം. ഓക്കെ, നൗ നമുക്ക് ആര്യന്റെ MBBS ഫേസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. വൈ CMC എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എപ്പോഴും ചോദിക്കാറുള്ളത്. പക്ഷെ ആര്യന്റെ അടുത്ത് എനിക്ക് തോന്നി പോഡ്കാസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് തന്നെ എന്തുകൊണ്ട് CMC ചൂസ് ചെയ്തു എന്നുള്ളത് വെച്ചിട്ടാണ്. സോ എന്തായിരുന്നു ആര്യന്റെ ഒരു പെർസെപ്ഷൻ MBBSനെ കുറിച്ച്? ഇപ്പം ഓൾറെഡി ഫാമിലിയിൽ ഡോക്ടേഴ്സ് ഇല്ലാത്തത് കൊണ്ട് അത്ര ഒരു എത്ര പഠിക്കാനുണ്ടെന്നോ ഇത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു പാത്തിനെ കുറിച്ചോ ഒന്നും വലിയ ഐഡിയ ഉണ്ടാവില്ല. അപ്പം എങ്ങനെയാണ് കോളേജിൽ കയറിയതിന് ശേഷം MBBSന്റെ ആ ഒരു പെർസെപ്ഷൻ മാറിയത്? അതായത് നമ്മൾ പൊതുവെ കേൾക്കുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പം വരുന്ന സമയത്ത് റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സത്യമായിട്ട് നമുക്ക് കുറെ പഠിക്കാനുണ്ട്, അതൊരു സത്യം തന്നെയാണ്. പക്ഷേ എൻട്രൻസിന് പറയുമ്പം നമ്മൾ ഈ ഒരു എക്സാം അത് ക്രാക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു സ്ട്രെസ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ ഇവിടെ വരുന്ന സമയത്ത് ഒരുപാട് പഠിക്കാനുണ്ട് സത്യമാണ്. പക്ഷെ എന്നാലും നമുക്ക് കുറച്ചും കൂടി ഒരു കോമ്പറ്റീഷൻ ഇല്ല, ആ ഒരു കോമ്പറ്റീഷൻ ഇല്ല. അതേപോലെ തന്നെ കുറച്ചും കൂടി ഒരു സന്തോഷത്തിൽ ചെയ്യാൻ പറ്റും, അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ പഠിക്കാൻ ഒരുപാടുണ്ട്. ഫസ്റ്റ് ഇയറിൽ തന്നെ എസ്പെഷ്യലി സെക്കൻഡ് ഇയറിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഫസ്റ്റ് ഇയറിൽ ഒരുപാട് പഠിക്കാനുണ്ട്. അതിന് കുറച്ച് ടൈം എടുക്കും. പുതിയൊരു അതായത് ഒരു എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണിത്. നമ്മൾ ഇതുവരെ പഠിച്ച രീതി ആയിരിക്കില്ല ചിലപ്പം ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പം തുടക്കത്തിൽ ചിലപ്പം നമുക്ക് ആ ഒരു അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കേണ്ടി വരും. പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ഒരു അൺഫോർഗറ്റബിൾ എക്സ്പീരിയൻസ് ഡ്യൂറിങ് യുവർ ഫസ്റ്റ് ഇയർ എന്തെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? അൺഫോർഗറ്റബിൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഡിസെക്ഷൻ ആയിരിക്കും പറയാ, പക്ഷെ ഞാൻ ഫിസിയോളജി ലാബ് പറയാ. കാരണം നമ്മള് ഈ ഫിംഗർ പ്രിക്ക് ചെയ്തിട്ട് ബ്ലഡ് വരുന്ന സംഭവം ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് പൊതുവെ പ്രിക്ക് ചെയ്യാൻ ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ തല കറങ്ങിയിട്ടില്ല, പക്ഷെ തല കറങ്ങുന്നൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ നോക്കുന്ന സമയത്ത് എൻ്റെ അപ്പുറത്തുള്ള ആളുകൾ മുഴുവൻ 2-3 തവണ പ്രിക്ക് ചെയ്ത് എനിക്കൊക്കെ എന്റെ ഫ്രണ്ട് ബ്ലഡ് തന്നിട്ടുണ്ടായിരുന്നു കിട്ടാനിട്ട്. ഞാൻ ആരോടെങ്കിലും ഒക്കെ കുത്തി തരുമെന്ന് ചോദിക്കാറുണ്ടായിരുന്നു. എനിക്ക് സത്യമായിട്ട് എനിക്ക് കുത്താൻ ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ അതും കുറച്ച് കഴിഞ്ഞപ്പോൾ അതും ശരിയായി. അപ്പൊ എനിക്ക് അതായിരുന്നു ശരിക്കും ഡിസെക്ഷനെക്കാട്ടിലും എനിക്ക് ഒരു ചലഞ്ച് ഓവർകം ചെയ്ത അതേപോലെ തോന്നിയത് ഹെമറ്റോളജി ലാബിൽ വെച്ചിട്ടാണ്. ഓക്കെ, ഇത് ഇപ്പം ക്ലിനിക്സ് കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഇയറിന് ശേഷം തുടങ്ങിയിട്ടുണ്ടാവല്ലോ. അപ്പം ഇപ്പം ഉള്ളതിൽ ഏതാണ് ഒരു അൺഫോർഗറ്റബിൾ എക്സ്പീരിയൻസ്? ക്ലിനിക്സിൽ എത്തിക്കഴിഞ്ഞ ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഡിസെക്ഷനെക്കാട്ടിലും ഇഷ്ടം ക്ലിനിക്സ് തന്നെയാണ്. ക്ലിനിക്സിൽ ഓരോ ദിവസം ഓരോരോ കാര്യങ്ങൾ നമുക്ക് പുതിയതായിട്ട് കാണും. ഇപ്പം പേഷ്യൻസിനോട് ആദ്യമായിട്ട് സംസാരിച്ചപ്പോൾ അത് തന്നെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ഡേ തൊട്ട് തന്നെ പേഷ്യൻസിനോട് സംസാരിക്കുന്നത് അത് എനിക്ക് ഇഷ്ടമാണ്, അങ്ങനെ സംസാരിക്കാനൊക്കെ. അപ്പം ഞാൻ മാക്സിമം വാർഡിൽ പോയി കഴിഞ്ഞാലും മാക്സിമം ടൈം പേഷ്യൻസിനടുത്ത് സംസാരിക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് പൊതുവെ. അപ്പം അങ്ങനെ ഒരു ഇൻസിഡൻ്റ് ആയിട്ട് എനിക്കിപ്പം ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ക്ലിനിക്സിൽ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. ഓക്കെ, വൺ ഹോബി യു ഡെവലപ്ഡ് ആഫ്റ്റർ എൻട്രിങ് MBBS? എന്തെങ്കിലും പുതിയ ഹോബീസ് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഉള്ളത് പോവാണോ ചെയ്തത്? എന്താ അവസ്ഥ? പുതിയതായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഓൾറെഡി ഉണ്ടായിരുന്നത് കുറച്ച് എന്താ പറയാ, ഞാൻ എൻ്റെ പണ്ടത്തെ ഹോബീസ് എന്ന് പറയുമ്പം പാട്ടും ഡാൻസും പിന്നെ വായിക്കാറുണ്ടായിരുന്നു. അപ്പം വായിക്കാൻ ഇപ്പം സമയം കിട്ടുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഡാൻസ് ചെയ്യാൻ അധികം സമയം കിട്ടുന്നില്ല. പാട്ടും പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ ഇങ്ങനെ പാടാൻ പറ്റുമല്ലോ. പക്ഷെ എനിക്ക് തോന്നുന്നു ഡാൻസിങ് ആണ് കുറച്ച് പുറകോട്ട് പോയത്. ഇനി അങ്ങ് നിന്ന് തകർക്കുക, ആ ആഗ്രഹം തീർക്കുക. എന്താണ് ഇനി ഫസ്റ്റ് ഇയർ മെഡിക്കോസിന് കൊടുക്കാനുള്ള ആ അഡ്വൈസ്? ഫസ്റ്റ് ഇയറിൽ വരുമ്പം തന്നെ നമ്മൾ നീറ്റ് ക്രാക്ക് ചെയ്ത ഒരു സന്തോഷത്തിൽ നമ്മൾ വരും. അപ്പോൾ ആ ഒരു എന്തൂസിയാസം അവസാനം വരെ കൊണ്ടുപോകാൻ തന്നെ ശ്രമിക്കുക. പിന്നെ ഉഴപ്പിപ്പോണ്ടിരിക്കാനും ശ്രദ്ധിക്കുക. കാരണം ഒരുപാട് സംഭവങ്ങളാവുന്ന സമയത്ത് ചിലപ്പോൾ നമുക്കൊരു ടെൻഡൻസി വരും. പക്ഷെ എല്ലാം വേണം, പക്ഷെ ഇതും അതിൻ്റെ കൂടെ തന്നെ കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റണം. അപ്പോൾ ഇവിടെ നമുക്ക് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ക്യാമ്പസ് ലൈഫ് എല്ലാം അടിപൊളിയാണ്. ഞാനൊന്നിൽ നിന്നിട്ടില്ലെങ്കിൽ പോലും എനിക്കറിയാം മൊത്തത്തിൽ. അപ്പം എന്താ പറയുക, മാക്സിമം എൻജോയ് ചെയ്യാം. അതേപോലെ തന്നെ അതിൻ്റെ കൂടെ അക്കാഡമിക്സും അതേപോലെ തന്നെ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കാം. ഓക്കെ, നൗ വി വിൽ ഗെറ്റ് ടു ദ റാപ്പിഡ് സെഷൻ. ഏതാണ് ഫേവറേറ്റ് സബ്ജക്ട് ഡ്യൂറിങ് നീറ്റ്? എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സബ്ജക്ട്സും ഒരുപോലെ ഇഷ്ടമായിരുന്നു. പക്ഷേ കെമിസ്ട്രി അതിലും ഓർഗാനിക് കെമിസ്ട്രി. ഓർഗാനിക് കെമിസ്ട്രി ലീസ്റ്റ് ഫേവറേറ്റ് ഇൻ നീറ്റ്? അങ്ങനെ സബ്ജക്ട് ഇല്ല. ഓഫ്,
വേഴ്സ്റ്റ് മോക്ക് സ്കോർ ഓർമ്മ ഉണ്ടോ? എനിക്ക് തോന്നുന്നു ഒരു തവണ 580 അങ്ങനെ എന്തോ കിട്ടിയിട്ടുണ്ട്. റിപ്പീറ്റ് ഇയറിൽ ആ, റിപ്പീറ്റ് brilliant ഇയറിലാണല്ലോ അല്ലെ ആ, മോക്ക് ടെസ്റ്റ് അതെ, എഴുതിയത്. brilliant ന് എഴുതിയ സമയത്ത് നമ്മൾ അതേപോലെ ഒരു കാര്യം വിട്ടത്, ആര്യന്റെ ഫസ്റ്റ് നീറ്റ് അറ്റംപ്റ്റിന്റെ സ്കോർ എത്രയായിരുന്നു? 543. 543 വിത്തൗട്ട് എനി കൈൻഡ് ഓഫ് സ്പെസിഫിക് കോച്ചിങ് അല്ലേ? ജസ്റ്റ് ആ സ്കൂൾ കഴിഞ്ഞിട്ടുള്ള കുറച്ച് ആ ടൈം വെച്ചിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എഴുതിയതാണ്. അപ്പൊ ലൈക്ക് വി ഷുഡ് ഹാവ് ഹോപ്പ്. നമ്മളിപ്പോ ഭയങ്കര കോച്ചിങ് കാര്യങ്ങൾ പോയിട്ടില്ലെങ്കിലും നമുക്കൊരു ഡീസന്റ് സ്കോറിൽ എത്തിക്കാൻ പറ്റും. സോ കണ്ടിന്യൂയിങ്, ഹയസ്റ്റ് മോക്ക് സ്കോർ? ഹയസ്റ്റ് സ്കോർ 710. 710. ഓക്കെ. എക്സാമിന് അപ്പൊ കിട്ടിയത് 711. 11. ഹയസ്റ്റ് മോക്ക് സ്കോറിനെക്കാട്ടിയും അടിപൊളി സ്കോറാണ് ഒറിജിനൽ നീറ്റിന് കിട്ടിയത്. ഓക്കെ. ഫേവറേറ്റ് സബ്ജക്ട് ഇൻ MBBS? ഫസ്റ്റ് ഇയറിൽ ബയോകെമിസ്ട്രി ആയിരുന്നു, സെക്കൻഡ് ഇയറിൽ പെത്തോളജി. ഇപ്പൊ ടോട്ടലായിട്ട് ക്ലിനിക്സ് ഒക്കെ കയറിയപ്പം ക്ലിനിക്സിൽ കയറിയപ്പം ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിനോട് കുറച്ച് കൂടുതൽ അങ്ങനെ ഇപ്പം പറയാറായിട്ടില്ലെന്ന് തോന്നുന്നു. ഓക്കെ. ലീസ്റ്റ് ഫേവറേറ്റ് സബ്ജക്റ്റിനെ സങ്കടപ്പെടുത്താൻ അത്ര താല്പര്യമില്ല. ഓക്കെ. ഏർലി മോർണിംഗ് ബേർഡ് ആണോ ലേറ്റ് നൈറ്റ് ഔളാണോ? ലേറ്റ് നൈറ്റ്. ലേറ്റ് നൈറ്റ് ഇരുന്ന് പഠിക്കുന്ന ആളാണ്. എത്ര മണി വരെ? മാക്സിമം ഒരു 12, അല്ലെങ്കിൽ ഇപ്പൊ എക്സാമിന്റെ ഒക്കെ സമയത്ത് ചിലപ്പം ഒരു മണി വരെയൊക്കെ. 1 മണി വരെ. ഓക്കെ. നമ്പർ ഓഫ് ഹാർസ് യു സ്ലീപ് ഡ്യൂറിംഗ് MBBS യൂണിവേഴ്സിറ്റി എക്സാം? സാധാരണ സമയത്ത് തന്നെ. ഞാൻ ഉറക്കത്തിന്റെ കാര്യത്തിൽ കോംപ്രമൈസ് ഒന്നും കോംപ്രമൈസ് ഇല്ല. ഓക്കെ. വിച്ച് ഇസ് ഹാർഡ്, MBBS ഓർ നീറ്റ്? അങ്ങനെ ചോദിച്ചാൽ രണ്ടും അതിൻ്റെതായ രീതിയിൽ ഹാർഡാണ്. കമ്പയർ ചെയ്ത് പറയാൻ ഒന്നിനെക്കാട്ടും മികച്ചത് അങ്ങനെ അങ്ങനെ പറയാൻ പറ്റില്ല. ഓക്കെ. യുവർ ഗോ ടു സ്ട്രെസ് റിലീഫ്? എന്ത് ചെയ്യുമ്പോഴാണ് ആര്യക്ക് സ്ട്രെസ് ഒക്കെ പോകുന്ന പോലെ? ഡാൻസും പാട്ടും പിന്നെ വായിക്കും. ഓക്കെ. വൺ തിങ് യു ലവ് അബൌട്ട് MBBS? പേഷ്യൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. വൺ തിങ് യു ഹേറ്റ് അബൌട്ട് MBBS? അങ്ങനെ ചോദിച്ചാ അങ്ങനെ പറയാൻ ഇല്ല. ഒരു നെഗറ്റീവ്. ഓ, ദാറ്റ്സ് ഗ്രേറ്റ്. വാസ് ഓൾ ദി എഫേർട്ട് വർത്ത് ഇറ്റ് എന്നാണ് ഇപ്പൊ തോന്നുന്നത്? യെസ്. ഇഫ് നോട്ട് മെഡിസിൻ, എന്തായിരിക്കും ആര്യ ചൂസ് ചെയ്തിട്ടുണ്ടാവുക? ഞാൻ മെഡിസിൻ അല്ലെങ്കിൽ വളരെ ചെറുപ്പത്തിൽ എനിക്ക് തോന്നുന്നു ഡോക്ടർ ആവണം എന്നുള്ളൊരു ആഗ്രഹം വരുന്നതിന് മുമ്പ് എപ്പോഴോ ടീച്ചർ ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഇല്ല. പിന്നെ ഡോക്ടർ ആവണം എന്നുള്ളൊരു ആഗ്രഹം വന്നതിന് ശേഷം പിന്നെ ഞാൻ അങ്ങനെ വേറെ ഒന്നും ചിന്തിച്ചിട്ടില്ല ശരിക്കും. ഓക്കെ. അപ്പം ഇനി നമ്മൾ ആ സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് പോവാണ്. സ്റ്റുഡൻസ് മെയിൽ ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് കേട്ടോ. എങ്ങനെയാ ഒരു റൂട്ടീൻ കണ്ടുപിടിക്കുന്നത്? നീറ്റ് പഠിക്കുന്ന കാലത്ത് എങ്ങനെയാ എല്ലാം കൂടി മാനേജ് ചെയ്യുക? അങ്ങനെ ചോദിക്കുമ്പം അതായത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളേതായിട്ടുള്ളൊരു കംഫർട്ടബിലിറ്റിക്ക് അനുസരിച്ചുള്ള ഒരു ടൈം ടേബിൾ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ പറഞ്ഞ ഞാൻ അങ്ങനെ ഒരു ടൈം ടേബിൾ സ്പെസിഫിക് ആയിട്ട് ഉണ്ടാക്കിയിട്ടില്ല. ഫോളോ 3 ചെയ്തിട്ടില്ല. സബ്ജക്റ്റും ഒരു ഡേ പഠിക്കണം എന്നുള്ള ഒരു ഇതുണ്ടോ? ആര്യക്ക് എന്താ തോന്നുന്നത്? ഞാൻ എല്ലാ ദിവസവും പഠിക്കാറുണ്ടായിരുന്നു, 3 സബ്ജക്ട്സും പഠിക്കാറുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു അത് ഇപ്പം ഫിസിക്സ് തന്നെ അല്ലെങ്കിൽ ബയോളജി തന്നെ രാവിലെ തൊട്ട് രാത്രി വരെ ബയോളജി മാത്രം പഠിക്കുമ്പം ഒരു ബോറിംഗ് ആയിട്ട് തോന്നുമല്ലോ. അപ്പം എല്ലാ സബ്ജക്ട്സും ഒരു ദിവസം പഠിക്കുകയാണെങ്കിൽ അത് ഒഴിവാക്കാൻ പറ്റും തോന്നുന്നു. കുറച്ച് സമയം ഫിസിക്സ് പഠിക്കുക, പിന്നെ കുറച്ച് സമയം കെമിസ്ട്രി പഠിക്കുക, പിന്നെ കുറച്ച് സമയം ബയോളജി പഠിക്കുക, പിന്നെ വീണ്ടും ഫിസിക്സിലേക്ക് തിരിച്ചു വരിക. അത് എനിക്ക് തോന്നുന്നു അങ്ങനെ അധികം ബോറടി ഇല്ലാണ്ട് പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും തോന്നുന്നു. ഓക്കെ. റിവിഷൻ സ്ട്രാറ്റജി, ഹൗ ടു അപ്രോച്ച് ഫിസിക്സ് ക്വസ്റ്റ്യൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്? ഒരു ക്വസ്റ്റ്യൻ കണ്ടപാട് ആര്യ എന്താ ചെയ്യുക? വായിച്ചിട്ട് അതിലത്തെ മെയിൻ സാധനങ്ങൾ മാർക്ക് ചെയ്ത് എടുത്ത് എഴുതി എന്താണ് ചെയ്യുക ആര്യ? ഫിസിക്സ് സോൾവ് ചെയ്യാൻ നമ്മളൊരു ഷെർലക് ഹോംസ് ആവണം. ആദ്യം അതായത് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഒരു സിനാരിയോ കിട്ടുന്ന പോലെ, ഇപ്പോൾ നമുക്ക് മെഡിസിനിൽ നമുക്കൊരു കേസ് കിട്ടുന്ന പോലെയാണ്. അപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. കാരണം ക്വസ്റ്റ്യനിൽ ഓരോ സ്ഥലത്തും ചിലപ്പം പല പല ചതിക്കുഴികളും ഉണ്ടാവും. അപ്പം ആദ്യം ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക, പിന്നെ അത് നന്നായിട്ടൊന്ന് അനലൈസ് ചെയ്യുക. അപ്പം ഇതിനൊക്കെ ടൈം ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്തിട്ട് വരുത്തേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ ആദ്യം നന്നായിട്ട് ക്വസ്റ്റ്യൻ വായിക്കുക, പിന്നെ അത് നന്നായിട്ട് അനലൈസ് ചെയ്യുക, പിന്നെ ജസ്റ്റ് എന്തൊക്കെയാണ് ക്വസ്റ്റ്യനിൽ തന്നതെന്നുള്ളത് ഒന്ന് എഴുതി വെക്കുക. അതിനുശേഷം പിന്നെ നമ്മൾ ഓൾറെഡി പഠിച്ചൊരു ഇക്വേഷനുമായിട്ട് അത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് പിന്നെ അതിനുശേഷം ഇക്വേഷനിലേക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇക്വേഷൻസ് നന്നായിട്ട് പഠിക്കണം ആദ്യം. അത് തന്നെ ഒരു ഇക്വേഷൻ പഠിക്കുന്ന സമയത്ത് ജസ്റ്റ് ആ ഇക്വേഷൻ മാത്രം ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുന്നതിന് പകരം ആ ഇക്വേഷൻ എങ്ങനെയാണ് വന്നതെന്നും കൂടി പഠിച്ചാൽ കുറച്ചും കൂടി ഇക്വേഷൻ ഓർത്ത് വെക്കാനും എളുപ്പമായിരിക്കും. ജസ്റ്റ് മെക്കാനിക്കലി ആ ഫോർമുല മാത്രം പഠിച്ചു വെക്കാതെ ആ ഇക്വേഷൻ വന്ന വഴിയും കൂടി പഠിക്കുകയാണെങ്കിൽ അതിൽ തന്നെ നമുക്ക് എനിക്ക് തോന്നുന്നു കുറച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റും തോന്നുന്നു. അപ്പം അങ്ങനെ ഫിസിക്സ് അങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്. പിന്നെ ഫിസിക്സ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എക്സാമൊക്കെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും.
നൗ നെക്സ്റ്റ് മെസ്സേജ് കുറേ ഉണ്ട് ആക്ച്വലി. ഞാൻ അതിലത്തെ മെയിൻ ഭാഗം വായിക്കാണ്. കുറേ പെൻഡിങ് ഉണ്ട്. കോൺഫിഡൻസ് ഇല്ല, ഒരുപാട് സ്ട്രെസ് ആണ്. ഹൗ ടു ഓവർകം ദിസ്? ഇനി തൊട്ട് സീരിയസ് ആയി നോക്കി കഴിഞ്ഞാൽ ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റും. കാരണം നമ്മൾ അങ്ങനെ ഒരു വിചാരം, ഞാൻ പറഞ്ഞല്ലോ, നമുക്കത് വേണ്ട. എവിടെയാണോ ഉള്ളത് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക. കിട്ടും എന്നുള്ളൊരു വിചാരത്തോടു കൂടി തന്നെ ഇപ്പം എവിടെയാണോ നിൽക്കുന്നത് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോവുക. നമ്മുടെ കോൺഫിഡൻസ്, സെൽഫ് കോൺഫിഡൻസ് വലിയൊരു ഫാക്ടറാണ്. അപ്പം നമ്മൾ കഴിവുണ്ടെങ്കിൽ നമുക്ക് കിട്ടില്ല എന്ന് നമ്മളങ്ങ് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ. എങ്ങനെയാണ് ബാക്ക്ലോഗ്സ് മാനേജ് ചെയ്തത്? അതേപോലെ തന്നെ ബയോളജിയിൽ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണോ എന്നുള്ളത് അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ബാക്ക്ലോഗ്സ് എങ്ങനെയാണ്? ബാക്ക്ലോഗ്സ് എന്ന് പറയുമ്പം നമുക്ക് ഞാൻ പറഞ്ഞ മാക്സിമം നമ്മൾ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. പറ്റാത്ത കാര്യങ്ങൾ എക്സാംസ് വരുന്ന സമയത്ത് എങ്ങനെയെങ്കിലും തീർക്കാൻ ശ്രമിച്ചാൽ മതി. മോഡൽ എക്സാംസ് ഒക്കെ വരുന്ന സമയത്ത് അവർ ടോപ്പിക്സ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് തരുമല്ലോ, മിക്കവാറും യൂണിറ്റ് വൈസ് ആയിട്ട് തരും. അപ്പോൾ ആ യൂണിറ്റിൽ നമുക്ക് പെൻഡിങ് ആയി പോയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അപ്പം പഠിച്ചു തീർക്കാൻ ശ്രമിച്ചാൽ മതി. ഓക്കെ. ആര്യ ഏതെങ്കിലും ഇന്റർവ്യൂവിൽ 16 മണിക്കൂർ പഠിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരു കുട്ടി അയച്ചത് അങ്ങനെയാണ്. ഷീ മാനേജ് ടു സ്റ്റഡി, ഹൗ ഡിഡ് ഷീ മാനേജ് ടു സ്റ്റഡി 16 hours ഡെയിലി? അത് ശരിയാ. അന്ന് ന്യൂസ് പേപ്പറിൽ അവർ റിസൾട്ട് വന്ന സമയത്ത് വിളിക്കുന്ന സമയത്ത് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര മണിക്കൂർ പഠിക്കുന്നു. അപ്പൊ ശരിക്കും ഞാൻ ഇത്ര മണിക്കൂർ എണ്ണി അങ്ങനെ പഠിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, ഞാൻ മാക്സിമം കിട്ടുന്ന ടൈം കൊടുക്കാൻ പറ്റും അങ്ങനെ കൊടുത്തു. അപ്പം ഒരു കറക്റ്റായിട്ട് അവേഴ്സ് പറയുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ അപ്പം ഏകദേശം അത്ര കൊടുത്തിട്ടുണ്ടാവും എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പക്ഷെ പിന്നെ ഞാൻ എവിടെ പോകുമ്പോഴും ആൾക്കാർ അത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഞാൻ അങ്ങനെ അത്ര മണിക്കൂർ ഞാൻ അങ്ങനെ എണ്ണി അങ്ങനെ പഠിച്ചിട്ടില്ല. പക്ഷെ ഏകദേശം അത്രയൊക്കെ ഉണ്ടാവും എന്ന് തന്നെയാണ് തോന്നുന്നത്. അതിൻ്റെ ഇടയ്ക്കൂടെ ഈ 16 hours എന്ന് പറയുമ്പോൾ 16 hours കണ്ടിന്യൂസ്ലി ഇങ്ങനെ ഇരുന്ന് അങ്ങനെ പഠിക്കുകയല്ല, അതിനിടയ്ക്കൂടെ നമ്മൾ വേറെയും പല കാര്യങ്ങളും ചെയ്യുമല്ലോ. വീക്ക്ലി എക്സാം സ്കോഴ്സ് എങ്ങനെയായിരുന്നു? അതേപോലെ തന്നെ വീക്ക്ലി എക്സാമിന്റെ ടൈമിൽ കുറെ ടോപ്പിക് തരുമല്ലോ, അതിൽ എപ്പോഴെങ്കിലും എക്സാം എഴുതാൻ പോകുമ്പോൾ ആരൊക്കെ പെൻഡിങ് ഉണ്ടായിട്ടുണ്ടോ? പെൻഡിങ് ടോപ്പിക്സ് ഉണ്ടാവാറുണ്ടായിരുന്നു. മാക്സിമം പഠിച്ചു തീർക്കാൻ ശ്രമിക്കും, പക്ഷെ എന്നാലും കുറച്ച് ടോപ്പിക്സ് ഒക്കെ എങ്ങനെയെങ്കിലും പെൻഡിങ് ആയിട്ട് വരും. പിന്നെ സ്കോർ എന്ന് പറയുമ്പം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ചിലപ്പോൾ നല്ല സ്കോർ ആയിരിക്കും, ക്യാഷ് പ്രൈസ് ഒക്കെ കിട്ടും. പക്ഷേ ചിലപ്പം സ്കോർ കുറച്ച് കുറഞ്ഞു പോകും. അപ്പോൾ ഞാൻ ബേസിക്കലി ഞാൻ പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ വീക്ക്ലി എക്സാമിൻ്റെ സ്കോർ നമ്മളൊരു ക്രൈറ്റീരിയനാക്കി എടുക്കണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നല്ല ഒരു സ്കോറാണെങ്കിൽ എല്ലാം ഇനി എനിക്ക് ഇതുപോലെ തന്നെ ഫൈനൽ എക്സാമിന് കിട്ടും, അങ്ങനെയല്ല. അതേപോലെ സ്കോർ കുറവാണെങ്കിൽ ഇനി ഇത് തന്നെ ആയിരിക്കും എൻ്റെ ഫൈനൽ എക്സാമിൻ്റെ സ്കോർ, അങ്ങനെയല്ല. അപ്പോൾ വീക്ക്ലി എക്സാംസ് നടത്തുന്നത് എന്തിനാണ് ബേസിക്കലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്രാക്ടീസിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ നമുക്ക് ഒന്ന് അനലൈസ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനെ ആ ഒരു രീതിയിൽ മാത്രം അപ്രോച്ച് ചെയ്തിട്ട് പോയാൽ മതി. ഓക്കെ. ഏതെങ്കിലും +2 ടോപ്പിക്സ് നോക്കുമ്പോൾ +1 ടോപ്പിക്സ് ഓർമ്മ കുറവ് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ആരെയും കണക്ട് ചെയ്തിട്ടായിരുന്നോ പഠിച്ചു പോയത് എപ്പോഴും? അതെന്ന് പറയുമ്പം +1 ടോപ്പിക്സ് പൊതുവേ കുറച്ച് അധികം പഠിക്കാനുള്ളതും +1 തന്നെയാണ്, +2 കമ്പയർ ചെയ്ത് നോക്കുമ്പം. അപ്പോൾ +1 ടോപ്പിക്സ് ആണെങ്കിൽ ബയോളജിക്ക് എസ്പെഷ്യലി ഒരുപാട് വോളറ്റൈൽ ടോപ്പിക്സ് ഉണ്ട് +1-ലൊക്കെ. അപ്പം മറന്നു പോകാറുണ്ട്, സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉള്ള പ്രശ്നം തന്നെയാണ്. പക്ഷേ നമ്മൾ പിന്നെ എക്സാംസ് വരുമ്പോഴാണ് വീണ്ടും അതിലേക്ക് തന്നെ തിരിച്ചു പോവുക. ഇപ്പം +2 ടോപ്പിക്സ് പഠിച്ചുകൊണ്ടിരിക്കുമ്പം അല്ലെങ്കിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് +1 ടോപ്പിക്സ് പഠിക്കാൻ ടൈമൊന്നും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതോർത്തൊന്നും ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഇപ്പം എന്താണ് പഠിപ്പിക്കുന്നത് അത് മാക്സിമം പഠിക്കുക. പിന്നെ എക്സാംസ് ഒക്കെ വരുന്ന സമയത്ത് വീണ്ടും റിവൈസ് ചെയ്ത് നോക്കിയാൽ മതി. ഒരു തവണ നമ്മൾ പഠിച്ചിട്ടുള്ളതാണെങ്കിൽ പിന്നെ അത് റിവൈസ് ചെയ്യുമ്പം എളുപ്പമാവും. ഓക്കെ. ബേൺ ഔട്ട് ആകുമ്പോൾ എന്താ ചെയ്യാതെ? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ ഹോബീസ് ചെയ്യുമായിരുന്നു. വീട്ടുകാരോട് തന്നെ സംസാരിക്കുമ്പോഴേക്കും തന്നെ ഒരു എനർജി വരുമായിരുന്നു. അമ്മയെ ഒന്ന് വിളിച്ചാൽ മതി, അമ്മ അവർ സംസാരിക്കും. ഓക്കെ. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ PYQs മൾട്ടിപ്പിൾ ടൈംസ് ആണോ അല്ലെങ്കിൽ സെയിം മോഡൽ ക്വസ്റ്റ്യൻസ് ആണോ ന്യൂ ക്വസ്റ്റ്യൻസ് ആണോ ചെയ്യുന്നത്? ഏതാ നല്ലത്? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ന്യൂ ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യണം. ചെയ്തുകൊണ്ടിരുന്നിട്ട് അത് നല്ല ഞാൻ പറയുന്നത്. പക്ഷേ മാക്സിമം പുതിയ ക്വസ്റ്റ്യൻസും ചെയ്ത് പഠിക്കണം. പക്ഷെ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് റിവൈസ് നോക്കുന്നതാണ് നല്ലത്. ഒരു 4 ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു മെയിലാണ്. ക്വസ്റ്റ്യൻ നമ്മൾ ഒരുപാട് ചെയ്യണം എന്ന് എല്ലാവരും പറയും. അപ്പോൾ നമ്മളൊരു 1000 ക്വസ്റ്റ്യൻസ് ഒരു ചാപ്റ്ററിൽ നിന്ന് ചെയ്താൽ ആ ഒരു 1000 ക്വസ്റ്റ്യൻസ് വീണ്ടും എക്സാമിന് മുന്നേ ആയിട്ട് എങ്ങനെയാണ് റിവൈസ് ചെയ്യുക? അതോ നമ്മൾ അത് ഹൈലൈറ്റ് ആ 1000 ക്വസ്റ്റ്യൻസിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഹൈലൈറ്റ് ചെയ്ത് അത് മാത്രം ചെയ്തു പോയാൽ മതിയോ? ടോട്ടലായിട്ട് ചെയ്യണോ? അതായത് ഇപ്പോൾ ഒരു 100 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ 100 ക്വസ്റ്റ്യൻസ് വീണ്ടും റിവൈസ് ചെയ്യുമ്പോൾ ഫുള്ള് ചെയ്യണോ അല്ലെങ്കിൽ അതിൽ നിന്ന് സെലക്റ്റീവായി ചെയ്താൽ? അങ്ങനെ ചെയ്യണം. നമുക്ക് അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് അറിയാവുന്നതാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. അതിൽ നമുക്ക് തെറ്റിപ്പോയ കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് വെച്ച കാര്യങ്ങൾ ചെയ്താൽ മതി. ഓക്കെ. അതുപോലെ വീക്ക്ലി എക്സാമിന് മുന്നേ ആയിട്ട് നമ്മൾ ആ വീക്ക് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണോ അതോ ന്യൂ ക്വസ്റ്റ്യൻസ് ആണോ ചെയ്യേണ്ടത്?
രണ്ടും അങ്ങനെ ചോദിക്കുമ്പോൾ രണ്ടും ഓൾമോസ്റ്റ് ഇപ്പൊ ഒരു 400 റേഞ്ചിലാണ് മാർക്ക്. അത് ഇനി May ആവുമ്പോഴേക്കും 600 എത്തിക്കാൻ പറ്റുമോ? ഉറപ്പായിട്ടും പറ്റും. ഇവിടെ വന്ന് ഒരു ടോപ്പർ ഇതുവരെ പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല. സോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കൈൻഡ് ഓഫ് സെൽഫ് കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവണം. ഇല്ലാതെ അത് ക്രാക്ക് ചെയ്യാൻ പറ്റൂല. അല്ലെങ്കിൽ നമ്മൾ ഓരോ മൊമെന്റിലും നമ്മളെ ബാക്കിയുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ അയ്യോ കുറച്ചും കൂടി നേരത്തെ പഠിച്ചു തുടങ്ങിയിരുന്നു എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ സ്റ്റക്കായി നിന്ന് പോകും. അപ്പം എപ്പോഴും ഇപ്പോഴുള്ള സിറ്റുവേഷനിൽ എത്രത്തോളം മോസ്റ്റ് നിങ്ങൾക്ക് ഔട്ട്കം ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ അത് മാത്രം ആലോചിക്കുക. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് മെയിലിൽ അവസാനമായിട്ട് കിട്ടിയിട്ടുള്ളത്. ചേച്ചി ആസ്ക് ആര്യ ചേച്ചി, why did she sacrifice and choose CMC over AIIMS or JITMA? This was something I always wanted to know. What made her think like that? Is that solely about comfort? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ കംഫർട്ട് അതിന് ഫസ്റ്റ് പ്ലേസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും പറയും ഗെറ്റ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ എന്നൊക്കെ പറയും. അത് ശരിക്കും സത്യമാണ്. അത് കാരണം നമുക്ക് എല്ലാ കാലവും ഇങ്ങനെ ആ ഒരു ഷെല്ലിൻ്റെ ഉള്ളിലൊന്നും ഇരിക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ ബേസിക്കലി ആലോചിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും ഉണ്ട് അവസരം. അപ്പം ഇപ്പം ഞാനെടുത്ത ഡിസിഷനിൽ എനിക്ക് എന്തായാലും ഒരു റിഗ്രറ്റ് തോന്നുന്നില്ല. തെറ്റാണെന്ന് അങ്ങനെ ഒരു ഫീലിംഗ് എനിക്കിപ്പം 3 വർഷമായി, 3rd ഇയർ ആയല്ലോ. അപ്പോൾ ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും എൻ്റെ ഫാമിലിയുമായിട്ട് എന്നെ അറിയാവുന്ന ആളുകൾക്ക് ചോദിച്ചാൽ മനസ്സിലാവും. ഞാൻ എന്താ പറയുക, എപ്പോഴും എൻ്റെ ഫാമിലീൻ്റെ കൂടെ ഞാൻ ഉണ്ടാവാറ്. ഫാമിലിയായിട്ട് നല്ല കണക്റ്റഡ് ആണ്. അതെ. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആകുമ്പം എനിക്ക് എപ്പോഴും എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ എനിക്ക് ഫാമിലിയായിട്ട് കണക്ട് ചെയ്യാം. വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം എപ്പോൾ വേണമെങ്കിലും പോവാം. അപ്പം ഞാൻ അതൊക്കെയാണ് ബേസിക്കലി ഞാൻ ആലോചിച്ച അതൊക്കെയാണ്. പക്ഷേ മറ്റേ എയിംസിനെ കുറിച്ച് ആരും അങ്ങനെ ഒരു കുറ്റം പറഞ്ഞു ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എന്നോട് ആരും അങ്ങനെ എന്തെങ്കിലും മോശം പറഞ്ഞതുകൊണ്ടോ അങ്ങനെയൊന്നും അല്ല. ഞാൻ എൻ്റെ മാത്രം ഒരു ഡിസിഷനായിരുന്നു അത്. എൻ്റെ അച്ഛനമ്മയാണെങ്കിൽ പോലും അവരൊരിക്കലും എന്നെ നിർബന്ധിച്ചിട്ടില്ല. എയിംസിൽ പോകണമെന്നും പറഞ്ഞിട്ടില്ല, കോഴിക്കോട് വരണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഇത് എൻ്റെ മാത്രം ഒരു ഡിസിഷനായിരുന്നു. ഞാൻ ആദ്യമൊക്കെ റിസൾട്ട് വന്ന സമയത്തൊക്കെ എയിംസ് തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നതൊക്കെ. ആഗ്രഹിച്ചതും അത് തന്നെയായിരുന്നു ആദ്യമൊക്കെ. പക്ഷേ പിന്നെ എനിക്ക് തന്നെ തോന്നിയതാണ്. നമ്മൾ അപ്പോഴല്ലേ ആ ഒരു സമയമാകുമ്പോഴേ നമ്മൾ ശരിക്കും ചിന്തിക്കുള്ളൂ. അപ്പോൾ എനിക്കറിയാമല്ലോ. അപ്പം അതുകൊണ്ടാണ് എനിക്ക് ഒരു എന്താ പറയുക ഒരു കംഫർട്ടബിലിറ്റി കിട്ടുന്ന തോന്നുന്ന ഒരു സ്ഥലത്ത് തന്നെ ഞാൻ വന്നത്. ടൈമിൽ ഡ്രീം കോളേജ് ഉണ്ടായിരുന്നോ? എയിംസ് തന്നെയായിരുന്നു. ഞാൻ എയിംസ് അല്ലെങ്കിൽ ഞാൻ ടോപ്പ് 50 വരികയാണെങ്കിൽ എയിംസ്, അല്ലെങ്കിൽ ഈവൻ ഈ നല്ല റാങ്ക് ഉണ്ടെങ്കിൽ പോലും എയിംസ് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ കോഴിക്കോട്, അങ്ങനെയായിരുന്നു. വേറെ ഒരു ഓപ്ഷൻ എനിക്ക് ഉണ്ടായിരുന്നില്ല. ഒന്നെങ്കിൽ എയിംസ് ഡൽഹി അല്ലെങ്കിൽ കോഴിക്കോട് തന്നെയായിരുന്നു. പക്ഷേ പിന്നെ എനിക്ക് തോന്നി കോഴിക്കോട് കാരണം വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഞാൻ താമരശ്ശേരി തന്നെയാണ്. അപ്പം കോഴിക്കോടേക്ക് പോകുന്ന സമയത്തൊക്കെ ഈ ഗോൾഡൻ ജൂബിലി ഗേറ്റിൻ്റെ മുന്നിൽ കൂടെയാണ് പോവുക. അപ്പോൾ ചെറുപ്പത്തിൽ ഈ എയിംസിനെ പറ്റിയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് വലുതാകുമ്പോഴല്ലേ അറിയുന്നുള്ളൂ. അപ്പം ചെറുപ്പത്തിലെ ഒരു 2nd സ്റ്റാൻഡേർഡൊക്കെ തൊട്ടേ എനിക്ക് ഡോക്ടർ ആവണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇതിൻ്റെ ഈ ജൂബിലി ഗേറ്റിന് മുമ്പിൽ കൂടെ ഒക്കെ പോകുമ്പം ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു. അപ്പോൾ അപ്പോഴൊക്കെ ചെറുപ്പത്തിലൊക്കെ ഞാൻ അച്ഛനോടും അമ്മയോടൊക്കെ പറയുമായിരുന്നു എനിക്കിവിടെ പഠിക്കേണ്ടതെന്നൊക്കെ. അപ്പോൾ പണ്ട് മുതലേ കാണുന്ന ഒരു ഇതെന്നുള്ളൊരു ആ ഒരു ഫീലിംഗ് എനിക്കുണ്ടായിരുന്നു. എന്തോ ഒരു ബോണ്ടിങ് പോലെ തോന്നി. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇവിടെ തന്നെ മതിയെന്ന് ഒരു ഡിസിഷനിലേക്ക് എത്തിയത്. Okay. So that's it. With this, we are coming to the end of this session. This is Radhika Diju signing off. This is Arya signing off.